സ്മൃതി പരുത്തിക്കാട്. നമസ്കാരം. വടകരയിൽ വിധി എന്തുമാകട്ടെ, വോട്ടെടുപ്പിന് മുൻപ് കണ്ട കാര്യങ്ങളും ശേഷം കാണുന്ന കാര്യങ്ങളും അത്ര നല്ല മാതൃകയല്ല. വർഗീയത അതിന്റെ എല്ലാ സീമകളും ലംഘിച്ചുള്ള പ്രചാരണമാണ് വടകരയിൽ കണ്ടത്. കോൺഗ്രസിന്റെ ഏക മുസ്ലിം സ്ഥാനാർത്ഥിയാണ് ഷാഫി പറമ്പിൽ. ഷാഫി വടകരയിൽ ജയിച്ചാൽ ജയിക്കുന്നത് വർഗീയതയാകും എന്ന് CPM സ്ഥാപിച്ചാൽ അത് നൽകുന്ന സന്ദേശം എന്താണ്? 70% ഹിന്ദുക്കളുള്ള പാലക്കാട്ട് നിന്നും തുടർച്ചയായി ജയിച്ചപ്പോൾ ഇല്ലാത്ത എന്ത് വർഗീയതയാണ് ഷാഫിയിൽ വടകരയിൽ CPM കണ്ടത്? KK ശൈലജയ്ക്കെതിരെ ലീഗ് ഹാൻഡിലുകളിൽ നിന്നടക്കം വന്ന മോശം പരാമർശങ്ങളെ അപലപിക്കാൻ കോൺഗ്രസും ലീഗും തയ്യാറായോ എന്ന ചോദ്യവും ഉയരുന്നു. വടകരയിൽ വില കൊടുക്കുമോ എന്നതാണ് ചോദ്യം. ചർച്ചയിൽ CPM പ്രതിനിധി അഡ്വക്കേറ്റ് LG ലിജീഷാണ്. അദ്ദേഹം വടകരയിൽ നിന്നുള്ള CPM നേതാവാണ്. ഒറിജിൽ മാക്കുറ്റി കോൺഗ്രസ് പ്രതിനിധി, BJPയിൽ നിന്ന് അഡ്വക്കേറ്റ് ശ്രീ പത്മനാഭൻ, ലീഗിൽ നിന്നും പാറക്കൽ അബ്ദുള്ളയും ചർച്ചയിൽ പ്രതീക്ഷിക്കുകയാണ്. ആദ്യം ശ്രീ ലിജീഷ്, തെരഞ്ഞെടുപ്പിൽ CPMന്റേത് വർഗീയ വിഭജന മാനിഫെസ്റ്റോ എന്നാണ് ഇന്ന് T സിദ്ദിഖ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. എന്താണ് അതിനോട് പ്രതികരിക്കാനുള്ളത്? അല്ല, ഇതിനകത്ത് വടകരക്കകത്ത് നമുക്കറിയാം, ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനകത്ത് പച്ചയായ വർഗീയത കൈകാര്യം ചെയ്തിട്ടുള്ളത് UDF ആണ്. മുസ്ലിം ലീഗും കോൺഗ്രസും അടങ്ങുന്ന UDFൻ്റെ നേതൃത്വമാണ് കൈകാര്യം ചെയ്തിട്ടുള്ളത്. അത് നിരവധി തവണ നമ്മൾ ചർച്ച ചെയ്യപ്പെട്ടതാണ്, മാധ്യമങ്ങളോട് ചർച്ച ചെയ്യപ്പെട്ടു, ക്യാമ്പയിൻ നടത്തി. ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് ശേഷവും DYFIയും ഇടതുപക്ഷ സംഘടനകളെല്ലാം ക്യാമ്പയിൻ നടത്തുകയാണ്. വടകരയിൽ മറ്റ് ലോക്സഭാ മണ്ഡലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വളരെ കൃത്യമായ വർഗീയമായ ധ്രുവീകരണത്തിന് വേണ്ടി UDF ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോൾ തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞു, അതിൻ്റെ മുകളിൽ വലിയ ക്യാമ്പയിൻ DYFIയും ഇടതുപക്ഷ സംഘടനകളെല്ലാം ഏറ്റെടുക്കുമ്പോൾ ഇന്ന് പത്രസമ്മേളനം നടത്തി T സിദ്ദിഖ് പറയുകയാണ്, ഞങ്ങളാണ് ഈ വടകരക്കകത്ത് വർഗീയത പ്രചരിപ്പിച്ചത്, മാനിഫെസ്റ്റോ ഇറക്കിയത്. ഇതൊക്കെ ആളുകളെ പറ്റിക്കാനും തെറ്റായ രീതിയിൽ കൈകാര്യം ചെയ്യാനും വേണ്ടി മാത്രം ഉപയോഗിച്ചിട്ടുള്ളതാണ്. വർഗീയ ധ്രുവീകരണം നടത്തിയതിന് നിരവധിയായ തെളിവുകളുണ്ട്. ഞങ്ങൾ മുമ്പേ പറഞ്ഞതാണ്, ഞാൻ പറഞ്ഞുതരാം, അക്കമിട്ട് പറയാം. ഒന്ന്, മുസ്ലിങ്ങളെ വർഗീയവാദിയാക്കി ചിത്രീകരിക്കുന്നുവെന്ന് ഈ ചാനലിൻ്റെ റിപ്പോർട്ടിങ്ങുമായി ബന്ധപ്പെട്ട് നടത്തിയത് തെറ്റായി ഇവർ കട്ട് ചെയ്തെടുത്ത് പ്രചരിപ്പിച്ചു. ഇത് ഈ മണ്ഡലത്തിൽ നടന്നതാണ്. നിങ്ങളുടെ ഈ ചാനലിൻ്റെ പ്രധാനപ്പെട്ട അരുൺകുമാർ ഉൾപ്പെടെ പറഞ്ഞു, ഞങ്ങൾ നിയമപരമായ കാര്യത്തിനകത്തേക്ക് കടക്കുകയാണ്. ഇതുപോലല്ലേ പ്രചരിപ്പിച്ചത്? രണ്ടാമത് നിങ്ങൾ നോക്ക്, ലവ് ജിഹാദിന് ടീച്ചർ അനുകൂലമായി സംസാരിച്ചു എന്ന രീതിയിൽ പ്രചരണം നടത്തിയില്ലേ? മൂന്നാമത്, പ്രവാചക നിന്ദ നടത്തി എന്ന രൂപത്തിൽ ടീച്ചറുടെ മുമ്പ് പ്രസംഗിച്ചത് ഒരു വീഡിയോ കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്തെടുത്ത് പ്രചരിപ്പിച്ചു. നാലാമത്, കാന്തപുരം AP അബൂക്കർ മുസ്ലിയാരുടെ, മതപണ്ഡിതനായ കാന്തപുരത്തിൻ്റെ വ്യാജ സ്ക്രീൻഷോട്ട് എടുത്ത് പ്രചരിപ്പിച്ചില്ലേ ഇവർ? ഇതെല്ലാം കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനം കാഫിറുമായി ബന്ധപ്പെട്ട പ്രയോഗം നടത്തി. ഞാൻ പറയട്ടെ, ഷാഫി പത്രസമ്മേളനം നടത്തിയത് എപ്പോഴാണ്? അവിടുത്തെ സ്ഥാനാർത്ഥിയായ ഷാഫിക്ക് ഇങ്ങനെയായിരുന്നു ഇതിൻ്റെ മുകളിൽ അഭിപ്രായമെങ്കിൽ തെരഞ്ഞെടുപ്പിന് മുമ്പേ പറയണ്ടേ? തെരഞ്ഞെടുപ്പിൻ്റെ പിറ്റേന്ന് പത്രസമ്മേളനം നടത്തി പറയുകയാണ്, ആ വോട്ട് എനിക്ക് വേണ്ട. അതായത് എല്ലാ സീമകളും ലംഘിച്ചുകൊണ്ട് ഇവിടെ തെരഞ്ഞെടുപ്പിന് ഒരു നേതൃത്വം കൊടുത്തു. ഞാൻ ആ മണ്ഡലത്തിൽ പെടുന്ന ആളാണ്, ആ ലോക്സഭാ മണ്ഡലത്തിൽ പെടുന്ന ആളാണ് ഞാൻ. ഈ നവമാധ്യമങ്ങളുടെ പ്രചരണങ്ങൾ മാത്രമല്ല അവിടുത്തെ വിഷയം. അവിടുത്തെ വേറെ പ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, ഡോർ ടു ഡോർ ക്യാമ്പയിൻ നടത്തിയവർ, അതുപോലെ തന്നെ മൗത്ത് ടു മൗത്ത് ക്യാമ്പയിൻ നടത്തിയവർ. നമ്മളൊരു ഫേസ്ബുക്കും വാട്സപ്പും മാത്രമല്ല ഇതൊന്നും കൈകാര്യം ചെയ്യുന്നത്. വളരെ ഗുരുതരമായ രീതിയിൽ ഇത്തരത്തിലുള്ള പ്രചരണം ഇവർ വ്യാപകമായി നടത്തി. അതുകൊണ്ടാണ് ഇതിനെതിരായിട്ടുള്ള അതിവിപുലമായ ക്യാമ്പയിൻ, വടകരയുടെ മനസ്സിനെ പരിക്കേൽപ്പിക്കാനുള്ള ശ്രമം അവിടെ നടന്നിട്ടുണ്ട്. അതിനുശേഷം DYFIയും പുരോഗമന സംഘടനകളും ഇടതുപക്ഷ സംഘടനകളും ആകെ ഇത്തരത്തിലുള്ള ക്യാമ്പയിൻ ഏറ്റെടുത്ത് പോകുന്നത്. വർഗീയത ആകെ കളിച്ചതും ഇടപെട്ടതും പ്രചരിപ്പിച്ചതും UDF ആണ്. ശരി ലിജീഷ്, അങ്ങനെയെങ്കിൽ ലിജീഷ്, അതിലൊരു സംശയം ഉയരുന്നത്, പാലക്കാട് 12 വർഷമായി പാലക്കാടിനെ പ്രതിനിധീകരിക്കുകയാണല്ലോ MLA എന്ന നിലയ്ക്ക് ഷാഫി പറമ്പിൽ. അവിടെ തിരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കാത്ത ഒരു കാർഡ് ഇവിടെ ഉപയോഗിക്കേണ്ടി വരുന്നു എന്ന് പറയുമ്പോൾ എന്താണ് CPM അതിൽ കാണുന്നത്? പാലക്കാട് 70% ഹിന്ദു വിഭാഗമാണ് ഉള്ളത്. അവിടെ അദ്ദേഹത്തിന് വിജയിക്കാനായി. വടകരയിൽ 60% ഹിന്ദു വിഭാഗമാണ്. ഇവിടെ ഈ വർഗീയ കാർഡ് ഇറക്കിയാൽ എങ്ങനെയാണ് ജയിക്കാനാവുക? വർഗീയ കാർഡ് ഇറക്കിക്കൊണ്ട് എങ്ങനെയാണ് ഷാഫി പറമ്പിൽ എന്ന സ്ഥാനാർത്ഥി അവിടെ ജയിക്കുക? ഒന്ന് വിശദീകരിക്കാം. അല്ല, ഇതിനകത്ത് വടകര ലോക്സഭാ മണ്ഡലം ശൈലജ ടീച്ചർ സ്ഥാനാർത്ഥിയായത് മുതൽ
UDF വലിയ പ്രതിസന്ധിയാണ്. ഈ തവണ അത് LDF പിടിച്ചെടുക്കും എന്ന നിലയിലേക്ക് അവർ തന്നെ ആദ്യം ചിന്തിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ വന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് പിന്നീട് അവിടെ തെറ്റായ രീതിയിൽ ടീച്ചറെ മോർഫ് ചെയ്തതും മറ്റു പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാക്കി ആദ്യഘട്ടത്തിൽ ഒരു പ്രചരണം നടത്തിയത്. രണ്ടാം ഘട്ടത്തിൽ ഇതൊന്നും ആ രൂപത്തിൽ ഏശുന്നില്ല എന്ന് വന്നതുകൊണ്ടാണ് ഈ വർഗീയപരമായ ക്യാമ്പയിൻ അവർ ഏറ്റെടുത്തിട്ടുള്ളത്. നമുക്കറിയാം, ഈ വടകര ലോക്സഭാ മണ്ഡലത്തിന്റെ കടലോര മേഖല എന്നൊക്കെ പറഞ്ഞാൽ മതന്യൂനപക്ഷങ്ങളെല്ലാം തിങ്ങിപ്പാർക്കുന്ന ഇടമാണ്. അവിടെയെല്ലാം വലിയ ക്യാമ്പയിനുകൾ നേതൃത്വം കൊടുക്കുകയാണ്, വർഗീയമായ ഇടപെടൽ അവർ നടത്തുകയാണ്. അങ്ങനെ തെറ്റായ രീതിയിൽ ജയിക്കാൻ കഴിയുമോ എന്നുള്ള ഒരു പരീക്ഷണമാണ് അവർ നഷ്ടപ്പെടില്ലേ എന്നുള്ളതായിരുന്നു എന്റെ ചോദ്യം. ഞാൻ ചോദിക്കുന്നത് 60% നഷ്ടപ്പെടില്ല, നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഒരു വർഗീയ കാർഡ് അവിടെ കളിക്കേണ്ട ആവശ്യമുണ്ടോ? അതെങ്ങനെയാണ് ജയിപ്പിക്കുക? ഒന്ന് വിശദീകരിച്ചാൽ കൊള്ളാം. അല്ല, ജയിപ്പിക്കുന്നില്ല. ഷാഫിയെ ജയിപ്പിക്കുന്ന ആരും പറയുന്നില്ലല്ലോ. അവിടെ ജയിക്കാൻ പോകുന്നത് ആയിക്കോട്ടെ, താങ്കൾക്ക് ആ വാദം പറയാം. ഞാൻ ചോദിക്കുന്നത് ജയിക്കാനാണല്ലോ മത്സരിക്കുക. അപ്പോൾ ജയിക്കാൻ വേണ്ടി അങ്ങനെ ഒരു കാർഡ് ഇറക്കുമ്പോൾ അപ്പുറത്തെ 60% നഷ്ടപ്പെടില്ലേ? അങ്ങനെ ഒരു നഷ്ടപ്പെടുന്നതിലേക്ക് ആ രൂപത്തിൽ പ്രചാരണം കൊണ്ടായാൽ എന്താണ് നേട്ടം എന്നുള്ളതാണ് സംശയം. പാലക്കാട് വേണ്ടാതിരുന്നത് വടകരയിൽ വേണ്ടി വരുന്നു എന്ന് പറയുമ്പോൾ അതൊന്ന് വിശദീകരിക്കണ്ടേ? അല്ല, അങ്ങനെയല്ല. വർഗീയമായി ചേരി തിരിച്ചു കഴിഞ്ഞാൽ ഹിന്ദുവും മുസ്ലിം എല്ലാം അപ്പാടെ വർഗീയമായി തിരിഞ്ഞ് വോട്ട് ചെയ്യുന്നതാണോ സ്മൃതി പറയുന്നത്? അതിനകത്ത് സ്വാധീനിക്കാൻ കഴിയുന്ന ചില വിഭാഗങ്ങൾ ഉണ്ടാവാം, തെറ്റിദ്ധാരണ പരത്തി ഉണ്ടാവാം. ആ വോട്ടിനെ സ്വാധീനിക്കുക, ക്യാൻവാസ് ചെയ്യുക എന്നുള്ള, അല്ലാതെ ആ വടകര ലോക്സഭാ മണ്ഡലത്തിലെ മുസ്ലിങ്ങളാകെ ഇതിന്റെ ക്യാമ്പയിന്റെ ഭാഗമായി നിന്നു എന്ന അഭിപ്രായം ഞങ്ങൾക്കില്ല. ഹിന്ദു വിഭാഗം അതിനെ പോളറൈസ് ചെയ്ത് ഇപ്പുറം നിന്നു, അങ്ങനെയുള്ളൊരു സംവിധാനമേ അല്ല. പക്ഷേ അവിടെയുള്ള മതന്യൂനപക്ഷങ്ങൾക്കിടയിലേക്ക് തെറ്റായ പ്രചരണം നടത്തി കുറച്ച് വോട്ടുകൾ നേടാൻ കഴിയുമോ എന്നാണ് നോക്കിയത്. ശരി ലിജീഷ്, ഇനി ഞാൻ താങ്കളിലേക്ക് തന്നെ ഒരു ചോദ്യം കൂടി ചോദിക്കുകയാണ്. താങ്കൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞ ആരോപണങ്ങൾ താങ്കൾ പറഞ്ഞത് ശരിയാണ്. ഡോക്ടർ അരുൺകുമാർ നടത്തിയ അഭിമുഖത്തിൽ പറഞ്ഞതിനെ തെറ്റായി ചിത്രീകരിച്ചുകൊണ്ട് ഭാഗികമായി കട്ട് ചെയ്തെടുത്തുകൊണ്ടൊക്കെ പ്രചരിപ്പിക്കുകയുണ്ടായി. നമ്മൾ അതിന് കേസ് കൊടുക്കുമെന്ന് പറയുകയും ചെയ്തു. അത് ചെയ്തതാരാണ് എന്നുള്ളതും കണ്ടുപിടിക്കേണ്ടതാണ്. താങ്കൾ ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഈ കോൺഗ്രസിൻ്റെയോ ലീഗിൻ്റെയോ തലപ്പത്തുള്ള നേതാക്കളോ അറിയപ്പെടുന്ന നേതാക്കളോ അല്ലെങ്കിൽ നേതൃപരമായ ചുമതല വഹിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? അതോ അല്ലെങ്കിൽ ഈ അണികളിൽപ്പെട്ടവരാണെന്ന് കൃത്യമായ ബോധ്യമുള്ള പേരുകൾ ഉണ്ടെങ്കിൽ താങ്കൾ ചൂണ്ടിക്കാണിക്കും. അല്ല, അത് നിരവധി തവണ പറഞ്ഞതാണ്. ഇപ്പോൾ ഈ പറയുന്ന റിപ്പോർട്ടർ ചാനലിന്റെ വിഷയം കേസെടുത്തിട്ടുള്ളത് പേരാമ്പ്രയിലെ നൊച്ചാടിലെ ലീഗിന്റെ പഞ്ചായത്ത് സെക്രട്ടറിയുടെ മകൻ അൻസാറാണ്. അയാൾ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകനാണ്. ശരി, അയാൾ അതിന്റെ മുകളിലാണ് ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അടുത്തത് ഇത് മാത്രമൊന്നല്ല, നിരവധിയായ കേസുകൾ ഞാൻ വേണേൽ പറയാം, ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. കുറേ കേസുകൾ അതുമായി ബന്ധപ്പെട്ട് എടുത്തിട്ടുണ്ട്. ശരി, ഓരോ നേതാക്കളുടെയും പേര് പറയണം കേട്ടോ. അപ്പം ഞാൻ ചോദിക്കുന്നത്, താങ്കൾ ഇങ്ങനെ പേര് പറയുമ്പോൾ തിരിച്ചുള്ള ചോദ്യങ്ങളും ഉയരുന്നുണ്ട്. ഷാഫി ആണ് അവിടെ സ്ഥാനാർത്ഥിയെന്നും വടകരയിൽ കെ മുരളീധരൻ അല്ല എന്നുമുള്ള പ്രഖ്യാപനം വരുന്നത് മാർച്ച് 8-നാണല്ലോ. മാർച്ച് 11-ന് അജീഷ് കൈതക്കൽ DYFIയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമാണെന്നാണ് അറിയപ്പെടുന്നത്. അദ്ദേഹം എഴുതിയിരിക്കുന്നൊരു ഫേസ്ബുക്ക് പോസ്റ്റ്, ഷാഫി എന്നൊരു പേരുകാരൻ വന്നിറങ്ങിയിട്ടുണ്ട്. ഷാഫി പറമ്പിലല്ല, ഷാഫി എന്നൊരു പേരുകാരൻ ഇവിടെ വന്നിറങ്ങിയിട്ടുണ്ട്. ഞങ്ങൾക്കൊരു പണിയും എടുക്കാതെ ടീച്ചറെ 2 ലക്ഷത്തിൽ പരം വോട്ടിന് വിജയിപ്പിക്കാം എന്നാണ് പറയുന്നത്. തുടക്കത്തിൽ വന്ന ആദ്യ പ്രതികരണമാണ്. ഇതിനു കൂടി ഒരു വിശദീകരണം നൽകണം. ആ പേരുകാരനിൽ നിന്നുകൊണ്ട് CPM സംസ്ഥാന കമ്മിറ്റി അംഗം എന്ന് പറയുന്നു, ക്ഷമിക്കണം, DYFI സംസ്ഥാന കമ്മിറ്റി അംഗം എന്ന് പറയുന്നു. ഒന്ന് വിശദീകരിക്കണം, എന്താണ് അതുകൊണ്ട് ഉദ്ദേശിച്ചതെന്ന്. ഞാൻ ഒന്ന് കോൺഗ്രസ് പ്രതിനിധിയിലേക്ക് പോവുകയാണ്. റിജിൽ മാക്കുറ്റി, കേട്ടല്ലോ, നിങ്ങൾ വർഗീയ പ്രചാരണം അവിടെ നടത്തിയിട്ടുണ്ട്. ഉദാഹരണങ്ങൾ, റിപ്പോർട്ടറിൻ്റെ ഒരു അഭിമുഖത്തെ തന്നെ വളച്ചൊടിച്ച കാര്യം നിങ്ങൾക്കറിയാം. ഈ സംഭവങ്ങളിൽ നേതാക്കളില്ലായിരിക്കാം, പ്രവർത്തകരായിരിക്കാം. അതിനെ അപലപിക്കുന്നു എന്നൊരു വാചകം നിങ്ങളിൽ നിന്നോ കോൺഗ്രസിൽ നിന്നോ ലീഗിൽ നിന്നോ പറഞ്ഞു കേട്ടിട്ടില്ല. അപലപിക്കുന്നു, ഞങ്ങൾ ആരുമല്ല ചെയ്തതെന്ന് നിങ്ങൾ ആവർത്തിക്കുന്നുണ്ട്. ശരിയായിരിക്കാം, നിങ്ങൾ ചെയ്യുന്നില്ല. പക്ഷേ ചെയ്യുന്നവരെ അതിൽ നിന്ന് നിരുത്സാഹപ്പെടുത്തുക എന്നൊരു പ്രധാനപ്പെട്ട കടമ കൂടിയുണ്ട്. അത് ചെയ്തിട്ടുണ്ടോ കോൺഗ്രസ്? സ്മൃതി, യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഷാഫി പറമ്പിൽ എന്ന ഞങ്ങളുടെ സ്ഥാനാർത്ഥി വടകരയിൽ വന്നപ്പോൾ CPM ഉണ്ടാക്കി വെച്ച ഒരു വലിയ ബലൂൺ ഉണ്ടായിരുന്നു, ഒരു വലിയ പ്രചാരണം നടത്തിക്കൊണ്ടുള്ള ബലൂൺ. ആ ബലൂൺ അവിടെ പൊട്ടി പാളീസാകും എന്നുള്ള ബോധ്യം വന്നപ്പോഴാണ് ഇത്തരത്തിലുള്ള ഏറ്റവും ഹീനമായ പ്രചാരവേലയുമായി ആര് വരുന്നത്? ഇടതുപക്ഷവും CPM വരുന്നത്. വളരെ കൃത്യമായി ഈ തെരഞ്ഞെടുപ്പിനകത്ത് ഞങ്ങൾ മതനിരപേക്ഷ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടും രാജ്യത്തെ സംഘപരിവാര രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള വലിയ ക്യാമ്പയിൻ ഉയർത്തിക്കൊണ്ടുള്ള തെരഞ്ഞെടുപ്പിലാണ് ഞങ്ങൾ നേരിട്ടത്. ആ തെരഞ്ഞെടുപ്പിനകത്ത് ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന ഞങ്ങളുടെ സ്ഥാനാർത്ഥി അവിടെ വന്നപ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തിനെതിരായിട്ടുള്ള വലിയ രൂപത്തിലുള്ള ക്യാമ്പയിനുകൾ നടത്തിക്കൊണ്ട് മുമ്പോട്ട് പോയിട്ടുള്ളത് ഇവർ തന്നെയാണ് എന്നെ സംബന്ധിച്ച് ഒരു തർക്കമില്ലാത്ത കാര്യമാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ
ഈ കാഫർ എന്ന് പറയുന്ന പ്രയോഗവുമായി ബന്ധപ്പെട്ട് ആ പ്രയോഗം വന്നത് ഞങ്ങൾ മനസ്സിലാക്കുന്നത് CPM-ൻ്റെ സൈബർ ഫാക്ടറികളിൽ നിന്നാണ്. ഒരു തർക്കമില്ലാത്ത കാര്യമാണ്. അങ്ങനെ വന്ന ഒരു സാധനം 23-ാം തീയതിയാണ് ഇത് വന്നതെന്ന് പറയുന്നു. ഞങ്ങളുടെ യൂത്ത് ലീഗിൻ്റെ ഒരു പ്രവർത്തകൻ്റെ പേരിലാണ് ഇത് വന്നതെന്ന് പറയുന്നു. ആ ചെറുപ്പക്കാരൻ തന്നെ പോലീസ് സ്റ്റേഷനകത്ത് നേരിട്ട് പോയി എൻ്റെ പേരിലല്ല, ഇത് ഫേക്കാണ്, കേസ് എടുക്കണം, അന്വേഷിക്കണം എന്ന് പറയുന്നു. അദ്ദേഹം പത്രസമ്മേളനം നടത്തുന്നു. യൂത്ത് ലീഗ് 10 ലക്ഷം ഇനാം പ്രഖ്യാപിക്കുന്നു. അങ്ങനെ എല്ലാ തരത്തിലും ഈ വിഷയത്തിനകത്ത് ശക്തമായ നിലപാട് സ്വീകരിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് 23-ാം തീയതി വന്ന കാര്യം അതിനകത്ത് കൃത്യമായി പോലീസ് അന്വേഷിക്കാത്തത്? പരാതി കൊടുത്തു എന്ന് പറയുന്നു. എന്തുകൊണ്ടാണ് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണത്തിലേക്ക് പോലീസ് പോകാത്തത് എന്ന ചോദ്യമുണ്ട്. ഞങ്ങളല്ലല്ലോ കേരളം ഭരിക്കുന്നത്, ആഭ്യന്തരം ഭരിക്കുന്നത് പിണറായി വിജയനാണല്ലോ. അപ്പോൾ ഇത്തരത്തിലുള്ള സാധനങ്ങൾ വളരെ കൃത്യമായി സ്ഥാനാർത്ഥിക്ക് നേരെ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള വളരെ ഹീനമായ ശ്രമമാണ് അവിടുത്തെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായിട്ടുള്ള ആൾ പോലും ഉപയോഗിച്ചത്. 26-ാം തീയതി തെരഞ്ഞെടുപ്പ് ദിവസമാണ് അത്തരത്തിലുള്ള ഒരു ആരോപണം, പ്രത്യേകം തീർത്തും ഫേക്കാണെന്ന് ബോധ്യപ്പെട്ട ഒരു ആരോപണം ഉയർത്തിക്കൊണ്ടുവന്നത്. എന്തിൻ്റെ രാഷ്ട്രീയമാണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. യഥാർത്ഥത്തിൽ അതിന് ശേഷം ഇങ്ങോട്ട് ഷാഫി പറമ്പിലിനെതിരായി വലിയ രൂപത്തിൽ സംഘടിതമായ ആക്രമണങ്ങൾ പ്രത്യേകിച്ച് സൈബർ മേഖലകളിൽ നിന്നും CPM-ൻ്റെ നേതാക്കന്മാർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതെന്താണെന്ന് വെച്ചാൽ ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന സ്ഥാനാർത്ഥി അവിടെ ജയിക്കുമെന്ന് CPM-ന് ഈ നാട്ടിലെ മുഴുവൻ ആളുകൾക്കും അറിയാം. അപ്പോൾ ജയിച്ച ഷാഫി ഉണ്ടാക്കാൻ പോകുന്ന പരിക്ക് അത് CPM-ന് വലിയ രൂപത്തിലുള്ള പരിക്കായിരിക്കും എന്നെ സംബന്ധിച്ച് അവർക്ക് തർക്കമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് ഈ വിജയം ഇത് മതനിരപേക്ഷ വിജയമാണ്. ആ വിജയത്തെ വർഗീയ വിജയമാക്കി ചിത്രീകരിക്കുന്നതിന് വേണ്ടി ശൈല ടീച്ചർ എന്ന് പറയുന്ന ഇവരുണ്ടാക്കി വെച്ചിട്ടുള്ള ബലൂൺ പൊട്ടിപ്പോയതിൻ്റെ ജാളിത മറിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഹീനമായ പ്രചാരവേലയുമായി മുമ്പോട്ട് വരുന്നത്. ഞങ്ങൾ എല്ലാ കാലത്തും ഇതിപ്പോൾ വടകര എന്ന് പറയുന്നത് ഞങ്ങളുടെ സീറ്റാണല്ലോ. ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ 2 തവണ ജയിച്ചു, ശ്രീ കെ മുരളീധരൻ ജയിച്ചു. അങ്ങനെ ഞങ്ങൾ ജയിച്ചു വന്നൊരു സീറ്റാണ്. ഇപ്പോൾ ഞങ്ങൾ സീറ്റാണെന്ന് പറയാം. അവിടെ ഞങ്ങൾക്ക് ജയിക്കുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള ഒരു തരത്തിലുള്ള പ്രചരണം നടത്തേണ്ട. CPM-ൻ്റെ രാഷ്ട്രീയം അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന അവരുടെ രാഷ്ട്രീയം മാത്രം പറഞ്ഞാൽ, പ്രത്യേകിച്ച് രാജ്യത്ത് സംഘപരിവാറിനെതിരായിട്ടുള്ള വലിയ ക്യാമ്പയിൻ ഉൾപ്പെടെയുള്ള 2 വിഷയങ്ങളും ചേർത്ത് വെച്ച് പറഞ്ഞാൽ ഞങ്ങൾക്ക് അവിടെ വിജയിക്കാനുള്ള എല്ലാവിധ സാധ്യതയും അവിടെയുണ്ട്. TP ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ നമ്മുടെ മുമ്പിലുണ്ടല്ലോ. ആ TPയുടെ കൊലക്കേസിലെ പ്രതികളെ ഉൾപ്പെടെയുള്ള ആളുകളെക്കുറിച്ച് സ്ഥാനാർത്ഥി നൽകിയ കമൻറ്റും അയാൾ മരിച്ചപ്പോൾ അയാളെ വാനോളം പുകഴ്ത്തിയതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ശൈല ടീച്ചർക്കെതിരെയുള്ള വലിയ വികാരം അവിടെ ഉണ്ടായിട്ടുണ്ട്. CPM-നെതിരായിട്ടുള്ള വലിയ വികാരം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ വളരെ അപകടകരം എന്ന് പറയാനുള്ളത് ഈ ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന പേരിനോട് ഇവർക്ക് ഇത്രയേറെ ഭയമാണ്. ആ ഭയം ആ രൂപത്തിൽ ഇസ്ലാമോഫോബിയ, പ്രത്യേകിച്ച് നരേന്ദ്രമോദിയാണ് ഇപ്പോൾ രാജ്യത്ത് എല്ലാ സ്ഥലത്തും ഭ്രാന്ത് പറയുന്നത്. മുസ്ലിം എന്ന് പറയുന്ന പേര് വെച്ചുകൊണ്ടാണ് രാജ്യത്തെമ്പാടും ഭ്രാന്ത് പറഞ്ഞുകൊണ്ട് വർഗീയത ചീറ്റിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ യഥാർത്ഥ ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന പേരാണ് ഇവിടെ പിണറായി സഖാക്കളെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നരേന്ദ്രമോദിയുടെ മറ്റൊരു വേർഷനിലായി ഇവിടെയുള്ള സഖാക്കൾ മുഴുവൻ ഷാഫി പറമ്പലിൻ്റെ പേരിന് ഉപയോഗിച്ചുകൊണ്ട് കടുത്ത ഇസ്ലാമോഫോബിയ ഈ നാട്ടിനകത്ത് പ്രചരിപ്പിച്ച് മുമ്പോട്ട് പോകുന്നത്. ഞങ്ങൾ ഇവിടെ നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ മതനിരപേക്ഷ നിൽക്കുന്ന ജനതയുള്ള വടകരയിൽ, പ്രത്യേകിച്ച് അവിടെ ഭൂരിപക്ഷ സമുദായം നിങ്ങൾ പറഞ്ഞ കണക്ക് വെച്ച് പരിശോധിക്കുമ്പോൾ സ്വാഭാവികവും ഞങ്ങൾക്ക് അതിൻ്റെ ഒരു കാർഡ് ഇറക്കി കഴിഞ്ഞാൽ ഞങ്ങൾ അവിടെ ജയിക്കേണ്ട സ്ഥാനാർത്ഥിയാണ്. ജയിക്കേണ്ട സ്ഥാനാർത്ഥിക്ക് എന്തിനാണ് അങ്ങനെ ഒരു കാർഡ്, അങ്ങനെ ഒരു ആക്ഷേപം കേൾക്കേണ്ട ആവശ്യം എന്താണ്? ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല. പിന്നെ ഷാഫി പറമ്പിലിൻ്റെ മതനിരപേക്ഷത, അദ്ദേഹത്തെക്കുറിച്ച് ഇവരുണ്ടാക്കിയ പ്രചാരവേല എന്താ? അദ്ദേഹം തെരഞ്ഞെടുപ്പ് രംഗത്ത് കടന്നു വരുന്നത് ശേഷം അദ്ദേഹത്തെ വ്യക്തിപരമായി ഇവർ ആക്ഷേപിച്ചല്ലോ. അദ്ദേഹം പാലക്കാട് പ്രത്യേകിച്ച് നമ്മുടെ CA ഉൾപ്പെടെയുള്ള വിഷയത്തിനകത്ത് ഷാഫി മിണ്ടിയില്ല. ഈ ഇസ്ലാമിനെതിരായിട്ടുള്ള അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്കെതിരായി വരുന്ന പല വിഷയത്തിനകത്തും ഷാഫി മൗനമായിരുന്നു എന്ന് പറഞ്ഞ് വീഡിയോ ഇവർ മുഴുവൻ പ്രചരിപ്പിച്ചു. അതോടൊപ്പം തന്നെ ഷാഫി CA വിഷയത്തിനകത്ത് ഒരു സമരം നടത്തിയിട്ടില്ല, പ്രതികരിച്ചില്ല. നിയമസഭയിൽ ശക്തമായി പ്രതികരിച്ചത് സംസാരിച്ച ഷാഫി പറമ്പിലാണ്. ആ വിഷയത്തിനകത്ത് നിരവധി മാർച്ചുകൾ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റായി ഞങ്ങളുടെ പ്രസിഡന്റായി നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ വൈസ് പ്രസിഡന്റായി ഞങ്ങൾ ഉൾപ്പെടെ നിരവധി സമരങ്ങൾ ഈ വിഷയത്തിനകത്ത് നടത്തിയിട്ടുണ്ട്. നിരവധി കേസുകളുണ്ട്. അത്തരത്തിൽ എല്ലാ വിഷയത്തിനകത്തും ശക്തമായ നിലപാടെടുക്കുന്ന ഒരു യുവനേതാവിന്, ഒരു MLA ആണ് ഇവർ ആക്ഷേപിച്ച് മുമ്പോട്ട് പോയത്. അതിനുശേഷം ഇവരെന്ത് ചെയ്തു? അത് ഇവർക്ക് ക്ലച്ച് പിടിക്കുന്നില്ല എന്ന് ബോധ്യപ്പെട്ടപ്പോൾ ഷാഫി പറമ്പിൽ ജഗന്നാഥ ക്ഷേത്രത്തിൽ പോയി, അമ്പലങ്ങളിൽ പോയി, അവിടെ പോയി ഒന്ന് കൈകൊമ്പിട്ട് കഴിഞ്ഞാൽ അതിനെതിരായി ഇതാ ഷാഫി ഇതാ മുതുഹിന്ദത്വത്തിൻ്റെ ആളാന്ന് പറഞ്ഞു വലിയ രൂപത്തിൽ പ്രചാരവേല നടത്തി. അങ്ങനെ യഥാർത്ഥത്തിൽ പാഷാണം വർക്കിമാർ തോറ്റുപോകുന്ന രൂപത്തിലുള്ള പ്രചാരവേലയാണ് സ്മൃതി ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ഈ നാട്ടിനകത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ എൻ്റെ ഒരു അനുഭവം കൂടി ഞാൻ പറയാം. ഞാൻ ഒരു തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ കോർപ്പറേഷനകത്ത് മത്സരിച്ച സ്ഥാനാർത്ഥിയായിരുന്നു. എൻ്റെ പേര് റിജിൽ മാക്കുറ്റി എന്നാണ്. CPM-ൻ്റെ വാർഡിലാണ് മത്സരിച്ചത്. ആ മത്സരിച്ച സമയത്ത് പ്രത്യേകിച്ച് മേലെച്ചുവ എന്ന് പറയുന്ന ഒരു ശിവക്ഷേത്രത്തിന് തൊട്ടടുത്തുള്ളൊരു വീട്ടിൽ പോയി CPM-ൻ്റെ അവിടുത്തെ സിറ്റി കൗൺസിലർ പറയുകയാണ് എൻ്റെ പേര് റിജിൽ മാക്കുറ്റി എന്നുള്ളത് കൊണ്ട് അതൊരു ക്രിസ്ത്യൻ പേരാണ്. അപ്പോൾ കോട്ടയത്ത് നിന്ന് വന്ന ഒരു ക്രിസ്ത്യാനി പയ്യനാണ്
ചൊവ്വ ക്ഷേത്രത്തിൻ്റെ ഉൾപ്പെടെയുള്ള സ്ഥലത്ത് മത്സരിക്കുന്നത് എന്ന് ആ വീട്ടിൽ പോയി പറയുകയാണ്. ആ വീട്ടിലെ അവർക്ക് എൻ്റെ അച്ഛനെയും, എൻ്റെ അച്ഛൻ ചന്ദ്രനാണെന്നും അമ്മ പങ്കജയാണെന്നും എൻ്റെ നാടിനെക്കുറിച്ചും കൃത്യമായി ബോധ്യമുള്ളവരാണ് അവർ. ഇന്നയാളെ മകനല്ലേ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഏതാ ചൊവ്വ ടൗൺ എന്ന് പറഞ്ഞതാണ് എന്ന് പറഞ്ഞ് അയാൾ തടിതപ്പി. പക്ഷേ ഞാൻ അടുത്ത വീട്ടിൽ അയാൾ നേരിട്ട് CPM-ന്റെ കൗൺസിലറോട് ആ വീട്ടിൽ പോയി ചോദിച്ചു, ഞാൻ ക്രിസ്ത്യാനിയാവട്ടെ, ഞാൻ മുസ്ലിം ആവട്ടെ, ഞാൻ ഹിന്ദു ആവട്ടെ, നിങ്ങൾ വൈരുദ്ധ്യാത്മക ഭൗതികവാദം പറയുന്ന ആളുകളല്ലേ, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ മതം പറഞ്ഞ് ആളുകൾക്കകത്ത് ഇത്തരത്തിലെ വിഷം കുത്തിവെക്കുന്നത്? ഞാൻ നേരിട്ട് എൻ്റെ ഒരു അനുഭവമാണ്. ഇത് തന്നെയാണ് CPM നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഹിന്ദു മേഖലയിൽ ഒരു മുസ്ലിം മത്സരിക്കുമ്പോൾ അവനെ തീവ്രവാദിയാക്കും. അതോടൊപ്പം തന്നെ മുസ്ലിം മേഖലയിൽ ഒരു ഹിന്ദു ചെറുപ്പക്കാരൻ മത്സരിക്കുമ്പോൾ അവനെ RSS ആക്കും. അങ്ങനെയുള്ള നിലപാട് ഇവർ സ്വീകരിക്കുന്നു. ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് ഈ വിഷയം ഫേസ്ബുക്കിൽ ഇട്ടപ്പോൾ എന്നെ ആദ്യം വിളിച്ച് അഭിനന്ദിച്ചത് ഞങ്ങളുടെ KP സെക്രട്ടറിയായ പൊന്നാനി മത്സരിച്ച അജയ് മോഹനാണ്. അജയ് മോഹൻ ശ്രീരാമകൃഷ്ണനെതിരായി വളരെ ശക്തമായ മത്സരം കാഴ്ചവെച്ച് അദ്ദേഹത്തിനെതിരായ പൊന്നാനി മണ്ഡലത്തിൽ അതിശക്തമായി ഇതേ ക്യാമ്പയിനാണ്. അജയ് മോഹൻ RSS ആണെന്നുള്ള ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഈ കേരളത്തിനകത്ത് ഇത്തരത്തിൽ വർഗീയത പറയാൻ ഒരു മടിയുമില്ലാതെ നിൽക്കുന്നവരാണ് ഇവർ. ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ പോലും നമുക്കറിയാലോ, കോടിയേരി ബാലകൃഷ്ണൻ അതോടൊപ്പം തന്നെ CPM-ന്റെ ഒരു മിനിറ്റ് നേതാവും പറഞ്ഞത് കുഞ്ഞാലിക്കുട്ടി, ഹസൻ, അമീർ എന്ന് തെരഞ്ഞെടുപ്പ് രംഗത്ത് പറയുന്നതിന്റെ കാരണം എന്താണ്? അതിനകത്ത് വർഗീയതയാണ്. പ്രത്യേകിച്ച് ഒരു വിഭാഗത്തെ ആ രൂപത്തിലേക്ക് ചിത്രീകരിച്ചുകൊണ്ട് ഭൂരിപക്ഷത്തിന്റെ വോട്ട് വാങ്ങുന്നതിന് വേണ്ടിയുള്ള കൃത്യമായ പ്രചാരവര തെരഞ്ഞെടുപ്പ് രംഗത്ത് ഉപയോഗിച്ച് അത് പ്രാവർത്തികമാക്കുന്ന ആളുകളാണ് CPM. അത്തരത്തിൽ അതിന്റെ മറ്റൊരു പതിപ്പാണ് ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന ഞങ്ങളുടെ നേതാവിനെതിരെ ഇത്തരം പ്രയോഗം നടത്തിക്കൊണ്ട് ഈ നാട്ടിനകത്ത് പ്രത്യേകിച്ച് മതനിരപേക്ഷ കേരളത്തിന്റെ മതനിരപേക്ഷ വടകരയുടെ മനസ്സിനകത്ത് വിജയിച്ചു വരുന്ന സ്ഥാനാർത്ഥിക്കെതിരായി ഈ ഹീനമായ ആരോപണങ്ങൾ ഉന്നയിച്ച് മുന്നോട്ട് വരുന്നത്. അതോടൊപ്പം ഒരു കാര്യം കൂടി, ഇവിടെ ശൈല ടീച്ചർക്കെതിരായി പറഞ്ഞു എന്ന് പറയും, ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾക്കെതിരായി എന്ന് പറയുന്നു. CPM-ന്റെ നിങ്ങളുടെ MLA-യുടെ PA ആയിട്ടുള്ള ഒരാൾ എഴുതിയ പോസ്റ്റ് എന്താണ്? ബിൻ ലാദന്റെയും ഷാഫിയുടെയും ഫോട്ടോ വെച്ച് ഇത് ലാദനാണോ ഷാഫിയാണോ എന്ന് തിരിച്ചറിയാൻ പറ്റില്ല എന്ന് നിങ്ങളുടെ തിരുവമ്പാടി MLA-യുടെ PA അല്ലേ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത്? നിങ്ങളുടെ സൈബർ കൂട്ടങ്ങളിൽ ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിനെതിരായിട്ടുള്ള ഒരു പോസ്റ്റ് വന്ന് ഞാൻ അജയ് ഫ്രാൻസിസ്. അതോടൊപ്പം ഞാൻ ഒറ്റൊരു കാര്യം കൂടി ഞാൻ പറയാം. ഞാനിത് നിങ്ങൾക്ക് സ്ക്രോൾ ചെയ്ത് കാണാം. നിതിൻ പാടിച്ചാൽ എന്ന് പറയുന്ന എൻ്റെ ജൂനിയറായി കണ്ണൂർ SN കോളേജിൽ പഠിച്ച SFIയുടെ നേതാവാണ്. ആ നേതാവ് അദ്ദേഹം ഫേസ്ബുക്കിൽ ഇട്ടൊരു കമൻ്റാണ്, ഒരിക്കലും മതം പറയരുത്, ചിന്തിക്കരുത്, ദൈവവിശ്വാസം ഉണ്ടാകരുത് എന്ന് ചിന്തിക്കുന്ന ആളാണ് ഞാൻ. ഇതുവരെ ഹിന്ദുവിരുദ്ധ പട്ടമാണ് എനിക്ക് കിട്ടിയത്. ശൈല ടീച്ചർ തോറ്റാൽ മുകളിൽ പറഞ്ഞ് എല്ലാം മാറ്റിവെക്കും, തികഞ്ഞ ഇസ്ലാം വിരുദ്ധനാകാനാണ് തീരുമാനമെന്ന് ഒരു SFI നേതാവ് പറയുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഷാഫി പറമ്പലിന്റെ ഒരു വിജയത്തെ ഈ രൂപത്തിലേക്ക് എങ്ങനെയാണ് കാണാൻ സാധിക്കുക എന്നുള്ള വലിയ ചോദ്യമുണ്ട്. അപ്പോൾ ഈ നാട്ടിനകത്ത് RSS പ്രചരിപ്പിക്കുന്ന അതേ ഇസ്ലാം വിരുദ്ധത, ആ ഇസ്ലാമോഫോബിയാണ് കേരളത്തിൽ പ്രത്യേകിച്ച് ഇന്ന് CPM പ്രചരിപ്പിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ദയനീയമായ കാഴ്ച എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ശരി, അഡ്വക്കേറ്റ് ശ്രീ പത്മനാഭനിലേക്ക് എത്താം. ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം ചർച്ചയിലേക്ക്. അഡ്വക്കേറ്റ് ശ്രീ പത്മനാഭൻ, BJPക്ക് പ്രതീക്ഷ നൽകുന്ന കാര്യങ്ങളാണോ വടകരയിൽ സംഭവിക്കുന്നത്? അല്ല, സത്യം പറഞ്ഞാൽ ഇതൊരു ഐഡൻറ്റിറ്റി ക്രൈസിസാണ്. കേരളത്തിലെ രണ്ട് മുന്നണികളും അവർ നേരിടുന്ന ഐഡൻറ്റിറ്റി ക്രൈസിസാണ് ഇതിലൂടെ പുറത്തു വരുന്നത്. ഇപ്പോൾ നിങ്ങൾ BJPയുടെ പ്രചരണം ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നിങ്ങൾക്ക് BJPയുടെ പ്രചരണവുമായി യോജിക്കാം, വിയോജിക്കാം. പക്ഷേ BJP പുറമെ പറയുന്നതും ഞങ്ങൾ ലഘുലേഖകളിൽ പറയുന്നതും ഞങ്ങൾ വീടാന്തരം കയറി പറയുന്നതും ഒരേ കാര്യമാണ്. ഞങ്ങൾ എന്താണോ നരേന്ദ്രമോദി പരസ്യമായി പറയുന്നത് അല്ലെങ്കിൽ അമിത്ഷാ പരസ്യമായി പറയുന്നത് അതാണ് ഞങ്ങൾ ലഘുലേഖകൾ നിങ്ങൾ പരിശോധിച്ചാൽ കാണാം. അതാണ് ഞങ്ങൾ വീട് കയറിയും പറയുന്നത്. കാരണം ഞങ്ങൾക്ക് ഞങ്ങളുടെ ഐഡൻറ്റിറ്റിയിൽ പൂർണ്ണ വിശ്വാസമുണ്ട്. ഞങ്ങൾ ഇങ്ങനെയാണ് BJP, ഇതൊക്കെയാണ് BJP എന്ന് പരസ്യമായി പറയാനും അത് അംഗീകരിക്കുന്നവരുടെ വോട്ട് തേടാനുമുള്ള ആത്മവിശ്വാസവും ധൈര്യമുണ്ട്. പക്ഷേ ഈ കേരളത്തിലെ ഈ രണ്ട് മുന്നണികൾ, അതായത് വിശാല ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ടുള്ള ഈ രണ്ട് മുന്നണികൾക്ക് അതിനുള്ള ആത്മവിശ്വാസമില്ല. അവർ പുറമെ പറയുന്നതല്ല വീട് കയറുമ്പോൾ പറയുന്നത്. ഇപ്പോൾ വടകരയിൽ എനിക്ക് കിട്ടിയ വിവരമനുസരിച്ച് തുടക്കം മുതലേ രണ്ട് കൂട്ടരും LDFും UDFും ചില പ്രത്യേക സമുദായങ്ങളെ കേന്ദ്രീകരിച്ച് നമ്മുടെ ആളാണ് സ്ഥാനാർത്ഥി, മറ്റേയാൾ നമ്മുടെ ആളല്ല, ഒരു തരത്തിലും വോട്ട് ചെയ്യരുത് എന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അത് പരസ്യമായ രഹസ്യമാണ്, എല്ലാ സ്ഥലത്തും അറിയാം. പരസ്യമായ രഹസ്യമാണ്. രണ്ട് കൂട്ടരും രണ്ട് പ്രത്യേക സമുദായങ്ങളെ കേന്ദ്രീകരിച്ച് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളും പ്രചരണങ്ങളും നടത്തിയിട്ടുണ്ട്. പക്ഷേ അവർ പുറമെ പറഞ്ഞതൊക്കെ പഞ്ചാര വാക്കുകളാണ്. അവർ പുറമെ പറഞ്ഞതൊക്കെ മതേതരത്വം, ഹമാസ്, പാലസ്തീൻ, ആഗോള വലതുപക്ഷ ഫാസിസം, അത് ഇത് നരേന്ദ്രമോദി, ഗുജറാത്ത് കലാപം, ഇങ്ങനെ കേട്ടാൽ സുഖം തോന്നുന്ന വാക്കുകളാണ് പുറമെ പറഞ്ഞത്. പക്ഷേ വീടാന്തരം ഇവർ കയറി പറഞ്ഞത് വിഷലിപ്തമായ കാര്യങ്ങളാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഒരു ഐഡൻറ്റിറ്റി ക്രൈസിസും ഇല്ല. ഞങ്ങൾ ഇതാണ് BJP, ഇതൊക്കെയാണ് BJPയുടെ നയം. ഞാൻ ഒരൊറ്റ ഉദാഹരണം പറയാം.
CAA നിയമത്തിനെതിരെ വലിയ ബഹളമുണ്ടാക്കിയ പാർട്ടിയാണ് കോൺഗ്രസ്. കോൺഗ്രസിൻ്റെ പ്രകടന പത്രിക എടുത്തിട്ട് CAA ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ CAA എടുത്തു കളയുമെന്ന് പറഞ്ഞിട്ടുണ്ടോ? കോൺഗ്രസിന്റെ പ്രകടന എല്ലാ പത്രികയിൽ കരിനിയമങ്ങളും എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. എല്ലാ അതേറെ ചർച്ച ചെയ്യപ്പട്ട വിഷയമല്ലേ? പറഞ്ഞിട്ടുണ്ട്. എല്ലാ കരിനിയമങ്ങളും അങ്ങനെയൊന്നും പറയാനുള്ളതല്ല CAA. അങ്ങനെയൊന്നും പറയാനുള്ള അല്ലല്ല അങ്ങനെയൊന്നും. എന്താ പേര് പറയാൻ പേടി? എന്താ പേര് പറയാൻ പേടി? അതങ്ങ് പറഞ്ഞൂടെ? കേരളവും ഇന്ത്യയും മുഴുവൻ നിങ്ങൾ പറഞ്ഞു എന്നല്ലേ പറയുന്നത്? ഞാൻ പറഞ്ഞുതരാം കാരണം എന്താന്ന്. വാളയാർ അതിർത്തിക്കപ്പുറം, മംഗലാപുരത്ത് കുഞ്ചത്തൂർ അതിർത്തിക്കപ്പുറം, ഞാൻ പറഞ്ഞുതരാം, കുഞ്ചത്തൂർ അതിർത്തിക്കപ്പുറം, കന്യാകുമാരി കളിക്കാവിലെ ചെക്ക് പോസ്റ്റിനപ്പുറം കോൺഗ്രസ് CAA എടുത്തു കളയുന്നു പറഞ്ഞിട്ടില്ല. ഉത്തർപ്രദേശിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ഉത്തർപ്രദേശിൽ ഇലക്ഷൻ നടക്കുക. പറയോ രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ ഞങ്ങൾ അധികാരത്തിൽ വന്ന CAA നിയമം എടുത്തു കളയുന്നു? പറയോ? തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടൊന്നുമില്ല. ഗുജറാത്തിൽ ഇലക്ഷൻ നടക്കാൻ പോവാ, മധ്യപ്രദേശിൽ ഇലക്ഷൻ നടക്കാൻ പോവാ. പറയൂല. ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഇതാണ് വടകരയിലും സംഭവിച്ചത്. വടകരയിൽ പുറമെ പറയുന്ന നേതാക്കന്മാർ പ്രസംഗിച്ച ലഘുലേഖകളിലുള്ള കാര്യങ്ങളല്ല രണ്ട് മുന്നണിയും പറഞ്ഞത്. രണ്ട് മുന്നണിയും രണ്ട് വ്യത്യസ്ത സമുദായങ്ങളെ സ്ഥാനാർത്ഥിയുടെ സമുദായം വെച്ച് സ്വാധീനിക്കാനുള്ള ശ്രമമാണ് നടത്തിയത്. തുടക്കം മുതൽ ഫ്രം ദി ഡേ വൺ അത് പ്രകടമായിരുന്നു. ഞങ്ങൾ കിസാൻ സമ്മാൻ നിധി പറഞ്ഞിട്ടാണ് വോട്ട് പിടിച്ചത്. വടകരയിലെ ആദ്യത്തെ ടെലിവിഷൻ ചാനലിൻ്റെ പൊതുപരിപാടി വടകര ബസ് സ്റ്റാൻഡിൽ വെച്ച് നടന്ന മനോരമയുടെ വോട്ട് കവലയാണ്. അതിൻ്റെ എടുത്തു നോക്കിയപ്പോൾ ഞാനാ പങ്കെടുത്തത്. അതിൽ ഞാൻ പറഞ്ഞത് കിസാൻ സമ്മാൻ നിധിയാണ്, ഞാൻ പറഞ്ഞത് ആയുഷ്മാൻ ഭാരതാണ്, ഞാൻ പറഞ്ഞത് വടകര റെയിൽവേ സ്റ്റേഷനിലെ കോടാനുകോടി. അതാണ് ഞാൻ ചോദിച്ചത്. അഡ്വക്കേറ്റ് ശ്രീ പത്മനാഭൻ, നിങ്ങൾക്കിവിടെ മട്ടൻ കറിയും മീൻ പൊരിച്ചതൊന്നും പറയാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. പക്ഷേ ഇപ്പോൾ വടകര നിങ്ങൾക്കൊരു പ്രതീക്ഷ നൽകുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. നിങ്ങൾക്കത് ആദ്യം പറയാൻ പറ്റിയില്ല, പക്ഷേ ബാക്കിയുള്ളവർ അത് പറയുമ്പോൾ നിങ്ങൾക്കതൊരു ആവേശമാകുന്നുണ്ടോ? നാളെ പറയാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ട് എന്ന് തോന്നുന്നുണ്ടോ? അല്ല, ഞങ്ങൾ ശ്രീരാമ ജന്മഭൂമി ഇന്ത്യ മുഴുവൻ പറയുന്നില്ലേ? ആരെയാ ഞങ്ങൾക്ക് പേടി? ഞങ്ങൾ CAA ഞങ്ങൾ മുന്നോട്ട് പോകുമെന്ന് ഞങ്ങൾ ഇന്ത്യ മുഴുവൻ പറയുന്നില്ലേ? ഞങ്ങൾ മുത്തലാഖ് നിരോധിച്ചതിനെ ന്യായീകരിക്കുന്നില്ലേ? മാത്രവുമല്ല, ഒരു ഘട്ടത്തിൽ കേരളത്തിൽ വന്ന കേന്ദ്ര നേതാക്കന്മാർ ഏകീകൃത സിവിൽ നിയമത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്ത ആളാ 2-3 സ്ഥലത്ത്. കാസർഗോഡ് രാജ്നാഥ് സിംഗ് ജിയും പറഞ്ഞു, വണ്ടൂരിൽ അസം മുഖ്യമന്ത്രി ഹേമന്ത് ബിശ്വ ശർമ്മയും പറഞ്ഞു. ഞങ്ങളുടെ നയം അതാണ്, ഞങ്ങളത് പറയും. നിങ്ങളെന്തിനാണ് വീട്ടിലൊരു കാര്യവും നാട്ടിൽ മൈക്ക് കെട്ടിട്ട് വേറൊരു കാര്യം ഇന്ത്യ മുഴുവൻ കേൾക്കും. അല്ല, എന്തിനാണ് നരേന്ദ്രമോദി ഡൽഹിയിൽ പ്രസംഗിച്ചാൽ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യൂലേ? നിങ്ങൾ റിപ്പോർട്ട് ചെയ്തില്ലേ? ഞങ്ങൾക്കായിട്ട് പേടിയൊന്നുമില്ല. നരേന്ദ്രമോദി പറഞ്ഞത് അതാണ് ഞങ്ങളുടെ നയം, അതിൽ ഒരു വ്യത്യാസമില്ല. വീട്ടിൽ പോയി വേറൊന്നും പറയില്ല, വീട് കയറുമ്പോൾ വേറൊന്നും പറയൂല, അത് തന്നെയാണ് നയം. ശരി. അഡ്വക്കേറ്റ് ലിജീഷ്, ഇപ്പോൾ കഴിഞ്ഞ ദിവസം A. റഹീം നടത്തിയ പ്രസംഗം, അദ്ദേഹം തിരഞ്ഞെടുപ്പിന് ശേഷം നടത്തിയ പ്രസംഗമാണല്ലോ. ഷാഫി കേരളം കണ്ട ഏറ്റവും വലിയ പൊളിറ്റിക്കൽ പോയ്സൺ എന്ന പ്രയോഗമാണ് അദ്ദേഹം നടത്തിയത്. ഞെട്ടിപ്പോയി. ഇങ്ങനൊരു പ്രയോഗം റഹീമിനെ പോലുള്ള ഒരു ഉത്തരവാദപ്പെട്ട CPM നേതാവിൽ നിന്ന്, MP യിൽ നിന്ന് വന്നപ്പോൾ പൊളിറ്റിക്കൽ പോയ്സൺ എന്നാണ് പറഞ്ഞത്. പലർക്കുമെതിരെ ഷാഫി പറമ്പിൽ വിഷം ചീറ്റി എന്നാണ് പറഞ്ഞത്. ഷാഫി പറമ്പിൽ വിഷം ചീറ്റിയതിന്റെ ഒരു ഉദാഹരണം ഒന്ന് പറയാമോ? അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പിന്നെ പറഞ്ഞു കേട്ടില്ല. അല്ല, വടകരയിലെ DYFI സംഘടിപ്പിച്ച പരിപാടിയിൽ DYFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് രാഷ്ട്രീയ വിഷം എന്ന് തന്നെയാണ് ഷാഫി പറമ്പിലിനെ വിശേഷിപ്പിച്ചത്. അത് കൃത്യമായ നിർവചനം തന്നെയാണ്. വടകരയിലെ തെരഞ്ഞെടുപ്പിനകത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ വിഷയങ്ങൾക്കെല്ലാം കൃത്യമായ നേതൃത്വം കൊടുത്ത് ഷാഫിയാണ്. ഷാഫിയുടെ തെരഞ്ഞെടുപ്പ് വിജയിപ്പിക്കാൻ വേണ്ടിയാണല്ലോ ഷാഫി കൊണ്ടുവന്ന യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരും മറ്റുള്ളവരെല്ലാം ഇവിടെ പുറത്തു വന്ന് ഇത്തരത്തിലുള്ള പ്രത്യേക അജണ്ടയോടുകൂടെ പ്രവർത്തിച്ചത്. അല്ലാതെ അവർക്ക് വ്യക്തിപരമായി പറഞ്ഞ താല്പര്യങ്ങളല്ലല്ലോ. ഷാഫി പറമ്പിൽ വിഷം ചീറ്റി എന്ന് പറയുമ്പോൾ ഷാഫി പറമ്പിൽ നിന്നും വർഗീയ വിദ്വേഷത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകണം. അങ്ങനെ ഒരു പ്രതികരണം എടുത്തു പറയാനുണ്ടോ എന്നുള്ളതാണ് ഒരു ചോദ്യം. അങ്ങനെ താങ്കൾ ഉറപ്പിച്ച് ഷാഫിയാണ് അതിന്റെ ഉത്തരവാദി എന്ന് പറയുമ്പോൾ, മറിച്ച് അപ്പുറത്ത് വരുന്ന ആരോപണങ്ങൾക്ക് KK ശൈലജയാണ് ഉത്തരവാദി എന്ന വാദം അപ്പുറത്ത് ഉന്നയിക്കാമല്ലോ. ഷാഫിയിൽ നിന്നുണ്ടായ ഒരു വർഗീയ പരാമർശം ഒന്ന് എടുത്തു പറയാമോ? ഒരൊറ്റ ഒന്ന് മതി, അധികമൊന്നും ചോദിക്കുന്നില്ല.
അല്ല, അതാ ഞാൻ പറഞ്ഞത്. ഇത്തരം ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാര്യങ്ങൾക്കകത്തെല്ലാം കൃത്യമായ നേതൃത്വം കൊടുത്തത് ഷാഫി പറമ്പിലും ഷാഫി പറമ്പിലിൽ നേതൃത്വം നൽകുന്ന ഈ പറയുന്ന യൂത്ത് കോൺഗ്രസ്സുകാരും വ്യാജ പ്രസിഡന്റുമാരുമാണ്. അതാണ് താഴേക്ക്. ഇത് അവരല്ലല്ലോ പ്രചരിപ്പിക്കുക. ഷാഫി പറമ്പിൽ പോസ്റ്റ് ഇടാണോ ചെയ്യുക? രാഹുൽ മാങ്കൂട്ടം പോസ്റ്റ് ഇടാണോ ചെയ്യുക? അതൊക്കെ അതിന് കൃത്യമായ അവരുടെ വഴി അവർ ചെയ്തിട്ടുണ്ട്. ഞാൻ പറയട്ടെ, ഈ കാഫിറിന്റെ പ്രയോഗം വന്നു, ഇതിന് ശേഷം അത് അവിടെ നിൽക്കട്ടെ. ഷാഫി എന്നാ പത്രസമ്മേളനം നടത്തിയത്? താങ്കൾ പറഞ്ഞത് കൊണ്ട് ലിജീഷ് ഞാനത് ശ്രദ്ധിച്ചിരുന്നു. കാരണം കെ ശൈലജ ഈ കാഫിർ എന്ന പ്രയോഗം നടത്തുന്നത് തിരഞ്ഞെടുപ്പ് ദിവസമാണ്. അന്ന് തിരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം വൈകുന്നേരമാണ് ടീച്ചറുടെ ഭാഗത്തുനിന്ന് ആ പ്രതികരണം വരുന്നത്. അതിനു മുമ്പ് അത് എയറിലുണ്ട്. ആ പ്രതികരണവുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒരു വാട്സപ്പ് ചാറ്റ് സ്ക്രീൻഷോട്ടും പുറത്തേക്ക് വരുന്നത്, അതിൻ്റെ യാഥാർത്ഥ്യം അറിയുക എന്നുള്ള ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ടീച്ചറായിട്ട് പറഞ്ഞത് വോട്ടെടുപ്പ് ദിവസം വൈകുന്നേരമാണ്. അതിന് മറുപടിയായിട്ടാണ് പിറ്റേ ദിവസം അദ്ദേഹം ഷാഫി പറമ്പിൽ വാർത്താ സമ്മേളനം നടത്തിയതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ താങ്കൾ പറഞ്ഞത് ഇതാണല്ലോ, താങ്കൾ പറഞ്ഞത് ഇതിന് നേതൃത്വം കൊടുക്കുന്നത് ഷാഫിയാണ് എന്ന്. അങ്ങനെയെങ്കിൽ ഷാഫി പറമ്പിൽ ഇയാൾ മത്സരിക്കുന്നത് വടകരയിലാണോ പാകിസ്ഥാനിലാണോ എന്ന ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട ആളുടെ പിന്നിൽ കെ ശൈലജയാണെന്ന് പറയാമോ? ലിൻഡോ ജോസഫ് MLA അദ്ദേഹത്തിൻ്റെ സ്റ്റാഫിൽപ്പെട്ട അജയ് ഫ്രാൻസിസ് ഇട്ട പോസ്റ്റ് ഷാഫിയുടെയും ലാദന്റെയും പടമിട്ടിട്ട് രണ്ടുപേരെയും തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്ന് പറയുന്ന കാര്യം. പേരാമ്പ്രയിലെ പ്രാദേശിക നേതാവ് CPM നേതാവ് നാരായണന്റെ പ്രതികരണം, ഷാഫിക്ക് വോട്ട് ചെയ്തവരെ പാകിസ്ഥാനിലേക്ക് പറഞ്ഞു വിടണം. ഇതൊക്കെ എവിടെ കേട്ടിട്ടുള്ളതാണ് നമ്മൾ നേരത്തെ. അപ്പൊ അതിന്റെ ഉത്തരവാദിത്വം കെ ശൈലജയ്ക്കാണോ? ഞാൻ കരുതുന്നില്ല ടീച്ചർ അറിഞ്ഞിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തതെന്ന്. ടീച്ചർ അങ്ങനെ ഒരു പ്രതികരണം നടത്തുന്നത് ഇതുവരെ കണ്ടിട്ടില്ല. അതേ ബഹുമാനം അപ്പുറത്തും കൊടുക്കാത്തത് എന്തുകൊണ്ടാണ്? താങ്കൾക്ക് ഇതുവരെയും ഷാഫി പറമ്പിൽ പറഞ്ഞ ഒരു വർഗീയ വിദ്വേഷത്തിൻ്റെതായ ഒരു വാചകം താങ്കൾക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞാൽ അതൊരു കൃത്യമായ മറുപടിയാണ്. താങ്കൾക്ക് അങ്ങനെ പറയാൻ കഴിയുമോ? ശശികല ടീച്ചറോടും അതുപോലെ ശൈലജ ടീച്ചറും ഒരേ താലത്തിൽ വെച്ച് രാഹുൽ മാങ്കൂട്ട പോസ്റ്റിനെ പറ്റി സ്മൃതി പരീത്തിക്കാട് പറയാത്തത് എന്താ? രാഹുൽ മാങ്കൂട്ടത്തിൽ പോസ്റ്റ് ഇട്ട് താങ്കൾ പറയണം, അത് ശരിയാണ്, അങ്ങനെ പറയാൻ പറ്റില്ല, രണ്ടിനെയും തുലനം ചെയ്യാൻ പറ്റില്ല. പക്ഷേ ശ്രീ ലിജീഷ്, രണ്ടുപേരും രണ്ട് നേതാക്കളുടെ പോസ്റ്റ് ഷാഫിക്ക് വോട്ട് ചെയ്തവരെ പാകിസ്ഥാനിലേക്ക് പറഞ്ഞു വിടണമെന്ന് പറയുന്നത് ആരുടെ രീതിയാണ്? ഏത് പാർട്ടി ഉപയോഗിക്കുന്ന രീതിയാണത്? ലാദനെയും ഷാഫിയെയും കണ്ടാൽ ഒരുപോലെയുണ്ടെന്ന് പറയുന്നത് ഏത് പാർട്ടി എടുക്കുന്ന രീതിയാണ്? CPMന്റെ രീതിയാണോ? നിങ്ങൾ ആത്യന്തികമായി എന്താണ് സ്ഥാപിച്ചെടുക്കുന്നത്? ഷാഫി പറമ്പിൽ എന്ന മുസ്ലിം നാമധാരി വടകരയിൽ മത്സരിച്ചുകൂടാ, ഇനി ജയിച്ചാൽ തന്നെ അത് വർഗീയത കൊണ്ടാണ് ജയിക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താണ് സ്ഥാപിക്കുന്നത്? കേരളത്തിൽ കോൺഗ്രസിൽ നിന്ന് ഒരു മുസ്ലിം സ്ഥാനാർത്ഥി ഉണ്ടാകരുത് എന്താണ് ഉദ്ദേശിക്കുന്നത്? കേരളത്തിൽ ഏക മുസ്ലിം സ്ഥാനാർത്ഥിയാണ് കോൺഗ്രസിൽ നിന്ന്. അയാൾ അവിടെ മത്സരിക്കുന്നതിന് നിങ്ങൾ എങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നത്? ഫലം എന്തുമാകട്ടെ, CPM തീക്കൊള്ളി കൊണ്ടാണ് തലചൊറിയുന്നത്. അല്ല, തീക്കള്ളി കൊണ്ട് തലചൊറിയുന്നത് മുസ്ലിം ലീഗും കോൺഗ്രസുമാണ്. അത് പറയാൻ സ്മൃതി പരുത്തിക്കാടിന് പറ്റുന്നില്ല. നിങ്ങളുടെ റിപ്പോർട്ടർ ചാനലിൻ്റെത് പോലും വളച്ചൊടിച്ച് പ്രയോഗിച്ച് സമൂഹത്തിനകത്ത് പ്രചരിപ്പിച്ചവരെയാണ് നിങ്ങൾ ന്യായീകരിക്കുന്നത്. ഞാൻ അവരോട് ചോദിക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് CPMൽ നിന്ന് പ്രതീക്ഷിക്കാത്ത കാര്യമാണ്. ഇതുവരെ ഇല്ലാത്ത, മുല്ലപ്പള്ളി മത്സരിച്ചപ്പോഴും കെ മുരളീധരൻ മത്സരിച്ചപ്പോഴും ഇല്ലാത്ത തരം കാര്യങ്ങൾ നിങ്ങൾക്ക് ലീഗ് പ്രവർത്തകരിൽ കാണുകയാണ്, നിങ്ങൾക്ക് അവിടെ കോൺഗ്രസിൽ കാണുകയാണ്. ഷാഫി പറമ്പിൽ എന്ന പേരുകാരൻ വരുമ്പോൾ ഷാഫി പറമ്പിൽ എന്നൊരു പേരുകാരൻ ഇവിടെ വരുന്നുണ്ട് എന്ന് പറയുന്നതിൽ അർത്ഥം എന്താണ് താങ്കൾക്ക് വിശദീകരിക്കാൻ കഴിഞ്ഞു? ബാക്കി ലീഗ് പറയട്ടെ, ബാക്കി കോൺഗ്രസ് പറയട്ടെ. പാർക്കിൽ അബ്ദുള്ള ലീഗ് നേതാവ് പറയട്ടെ. ശ്രീ പാർക്കിൽ അബ്ദുള്ള നേരത്തെ ശൈലജ ടീച്ചർക്കെതിരെ വന്ന പോസ്റ്റുകൾക്ക് പിന്നിൽ ലീഗ് പ്രവർത്തകരാണ്, ലീഗിന്റെ പ്രാദേശിക ചില്ലറ നേതാക്കളായിരിക്കാം, പക്ഷേ ഒരു പേര് തന്നെ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നല്ലോ. ഇതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ഇങ്ങനെ ഒരാൾ നമ്മുടെ പാർട്ടിയിൽ വേണ്ട എന്ന തീരുമാനത്തിലേക്ക് ലീഗ് എത്തിയോ? അതിനെ അപലപിക്കുന്ന ഒരു പ്രതികരണം ലീഗിൽ നിന്നുണ്ടായോ? എന്തുകൊണ്ടില്ല? നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ ഒരു സംഭവം ഇതിപ്പോ ഇലക്ഷന്റെ തലേ ദിവസം തുടങ്ങിയതല്ല. മാർച്ച് 17-ാം തീയതി 18-ാം തീയതി ശൈലജ ടീച്ചർ പരാതി കൊടുത്തിട്ടുണ്ട്. മോർഫിംഗ് വീഡിയോ ഉണ്ട്, അശ്ലീല വീഡിയോ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പരാതി കൊടുത്തു. ആ പരാതിക്ക് ശേഷം 25-ാം തീയതി ആ പരാതി കൊടുക്കുന്നത് ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയാണ് പരാതി കൊടുക്കുന്നത്. അതിനുശേഷം 25-ാം തീയതി ഇവർ വന്നിട്ട് പറയാണ്, വീണ്ടും കലുഷിതമായ രൂപത്തില്, വളരെ രൂക്ഷമായ രൂപത്തില്
ഇങ്ങനെ വരുന്നുണ്ട്, സൈബർ ലിഞ്ചിങ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പരാതി കൊടുത്തു. അപ്പം ഞങ്ങളപ്പോ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ചെയർമാനാണ് ഞാൻ. ഞങ്ങളടുത്ത് പത്രക്കാർ വന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞു അവരോട്, നിങ്ങൾ 17-ാം തീയതി കൊടുത്ത പരാതിയാണ്, 17-ന് നിങ്ങൾ പരാതി കൊടുത്തിട്ട് പിന്നെ അവര് പറയുന്നത് അടുത്ത 21-ാം തീയതി, ഏതാണ്ട് 24 ദിവസം കഴിഞ്ഞിട്ടാണ് ഇവർ വീണ്ടും പത്രസമ്മേളനം നടത്തി ലിഞ്ചിങ് ഉണ്ട് എന്നും വീഡിയോ മോർഫിംഗ് ചെയ്ത് അശ്ലീല വീഡിയോ ഉണ്ട് എന്നൊക്കെ പറയുന്നത്. അപ്പോഴും 17 ദിവസം 18 ദിവസം പിണറായിയുടെ പോലീസിന് ഇത് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞാൽ ഇതിന്റെ താങ്കൾ ഈ വസ്തുത പറയുന്ന എന്താ? അശ്ലീല അപ്പൊ വീഡിയോ അവിടെ ഇതൊക്കെ നിൽക്കട്ടെ ശ്രീ ഫേക്കായി പാർക്കിൽ അബ്ദുള്ള. ഉണ്ടാക്കിയതാണ് അത് അവരാ. അശ്ലീല വീഡിയോ അല്ല എന്ന് ടീച്ചർ തന്നെ പറഞ്ഞല്ലോ. വീഡിയോ അല്ല, അത് മോർഫ് ചെയ്ത ചിത്രം എന്നാണ് ഉദ്ദേശിച്ചതെന്ന് ടീച്ചർ തന്നെ പറഞ്ഞു. അതവിടെ നിൽക്കട്ടെ, അതവിടെ നിൽക്കട്ടെ, വീഡിയോ ആണ്. അതവിടെ നിൽക്കട്ടെ. അതല്ലാതെ റിപ്പോർട്ടറിൽ വന്ന അഭിമുഖത്തിനെ തന്നെ വളച്ചൊടിച്ചുകൊണ്ട് വ്യാഖ്യാനിച്ചുകൊണ്ട് നൽകിയത് ഇതിന് പിന്നിലും ലീഗ് പ്രവർത്തകരാണ്. നിങ്ങൾ എന്തുകൊണ്ട് തള്ളി പറഞ്ഞില്ല ശ്രീ പാർക്കിൽ അബ്ദുള്ള? എന്താണ് റിപ്പോർട്ട്? എന്ത് 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 ഏത് റിപ്പോർട്ടറിൽ വന്ന ഏത് റിപ്പോർട്ടറിനെ തള്ളി പറഞ്ഞു? ഞാൻ എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അത് റിപ്പോർട്ടറിൽ വന്ന ഏത് വാർത്തയാണ് തള്ളി പറയാതിരുന്നത്? ഞാൻ അത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ഒരു ഉത്തരവാദപ്പെട്ട ആളെന്ന നിലയിൽ എന്റെ ശ്രദ്ധയിൽ അത് ഇട്ടിട്ടില്ല. നിങ്ങൾ ആരും എന്നെ ചോദിച്ചിട്ടുമില്ല. നിങ്ങൾ ഒന്നുകിൽ കാൻഡിഡേറ്റിനോട് ചോദിക്കണം, അല്ലെങ്കിൽ നമ്മൾ ആരുടെ ചോദിക്കണം. ആ ഒരു വിഷയം തെരഞ്ഞെടുപ്പാണ്, തെരഞ്ഞെടുപ്പ് ചൂടിലാണ്. നമ്മളിത് വാർത്തകളൊക്കെ ആരൊക്കെ പറയുമ്പോൾ മാത്രമേ നമ്മൾ അറിയുള്ളൂ. ലിജീഷ, നമ്മളത് ലീഗ് കണ്ടിട്ട് പ്രവർത്തകന്റെ വാർത്ത പേരൊന്ന് പറഞ്ഞാൽ ആ പ്രവർത്തകന്റെ പേരൊന്ന് പറയണം. അയാൾക്കെതിരെ കേസ് എടുത്തിട്ടുണ്ടല്ലോ. അയാൾക്കിടെ കേസെടുത്തിട്ടുണ്ട്. സൽമാൻ ബാളൂർ എന്ന് പറയുന്നത് ഇവരുടെ ലീഗ് പഞ്ചായത്ത് സെക്രട്ടറിയുടെ മകനാണ്. അവിടുത്തെ മുസ്ലിം ലീഗിന്റെ പ്രാദേശിക നേതാവാണ്. അവർക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ അങ്ങനെ കേരളത്തിൽ എവിടെയെങ്കിലും ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ സൈബർ ലിഞ്ചിങ്ങിനോട് ഞങ്ങൾ യോജിക്കുന്നേ ഇല്ല. ഇപ്പൊ സ്മൃതി, നിങ്ങൾ കാണേണ്ടത് തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം, തെരഞ്ഞെടുപ്പ് നടക്കുന്നത് 26-ാം തീയതിയാണ്. 25-ാം തീയതി വൈകുന്നേരം മണിക്കാണ് ഇവിടെ വരുന്നത്. ഇലക്ഷന്റെ തലേന്ന് 25 വൈകുന്നേരം അമ്പാടി മുഖ് സഖാക്കൾ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഗ്രൂപ്പിലാണ്, ഫേസ്ബുക്കിലാണ്, പേജിലാണ് വ്യാജ വാട്സാപ്പ് സ്ക്രീൻ ഉണ്ടാക്കിയത്. അതിലാണ് വരുന്നത് ടീച്ചർ കാഫറാണ് എന്ന്, കാഫറിന് വോട്ടോ എന്ന് ചോദിച്ചുകൊണ്ടുള്ളത്. അത് ഞാൻ ചോദിക്കട്ടെ പിന്നെ സ്മൃതി, അങ്ങനെയാണെങ്കിൽ ആ അമ്പാടി മുക്ക് സഖാക്കളുടെ വാട്സാപ്പ് പോസ്റ്റ് ഒന്ന് പരിശോധിച്ചാൽ പോലീസിന് റിപ്പോർട്ട് കിട്ടും. ഞങ്ങൾ MSFന്റെ പിന്നെ ജില്ലാ വൈസ് പ്രസിഡന്റ് ആയിരുന്ന കാസിമിനെ അവന്റെ പേജ് ഫേക്കായി ഉണ്ടാക്കിയതാണ്. ഈ വിവരം അറിഞ്ഞ ഉടനെ കാസിം ടെലിഫോണുമായി SP-യുടെ ഓഫീസിൽ പോയി ടെലിഫോൺ അവിടെ കൊടുത്തു. SP-യോട് പറഞ്ഞു, ഇത് ഫേക്കാണ്, നിങ്ങൾ അന്വേഷിക്കണം. ഇന്ന് വരെ അത് അന്വേഷിച്ച് അതിനൊരു മറുപടി കണ്ടെത്താൻ, ആരാണ് ഇത് ചെയ്തത് എന്ന് കണ്ടെത്താൻ അവർ തയ്യാറാവുന്നില്ല. അത് ഷെയറിൽ 25-ന് അപ്പൊ തന്നെ 1 മണിക്കൂർ കഴിഞ്ഞില്ല, അരമണിക്കൂർ കഴിയുമ്പോൾ വൈകുന്നേരം ഈ പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. അരമണിക്കൂർ കഴിയുമ്പോ KK ലതിക XMLA അത് ഷെയർ ചെയ്യാണ്, പിന്നെ ലൈക്ക് അടിക്കാണ്, പിന്നെ ഷെയർ ചെയ്യാണ്, പിന്നെ ഉത്തരവാദപ്പെട്ട ആളുകളൊക്കെ ഷെയർ ചെയ്യാണ്. അപ്പൊ ഇത് വളരെ കൃത്യമായി ആസൂത്രിതമായി ചെയ്തു വെച്ച ഒന്നാണ്. CPM ഇതിൽ കാണുന്നത് എന്താണ്? വലിയ ഭീകരമായ ഒരു പരാജയം അവിടെ കാണുകയാണ്. അതിനെ വർഗീയവൽക്കരിച്ചുകൊണ്ട് അതുകൊണ്ടാണ് തോറ്റത് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 3 ഘട്ടങ്ങളിലും. മുല്ലപ്പള്ളി വന്നപ്പോൾ ഞാനായിരുന്നു ചെയർമാൻ. വലിയ ഓളവും ആരവവും ഉണ്ടായിട്ടുണ്ട്. മുല്ലപ്പള്ളി വന്നപ്പോ അന്ന് മുസ്ലിം ലീഗിന്റെ കൊടിയാണ് വടകരയിൽ പാറി പറഞ്ഞത്. ലീഗാണ് ഈ തെരഞ്ഞെടുപ്പ് നിയന്ത്രിച്ചത് എന്ന് വളരെ കൃത്യമായി ചാനലുകളും മീഡിയകളും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നീട് മുരളി വന്നു 2019-ൽ. അന്നും ഞാനായിരുന്നു ചെയർമാൻ. അന്നും ഇതിൽ അപ്പുറത്തുള്ള വലിയ ആരോപണവും ഒക്കെ ഉണ്ടായി. അന്നും മീഡിയകളൊക്കെ, ആ മീഡിയയുടെ കട്ടിങ്ങും വിഷ്വൽസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടും. അന്ന് മീഡിയ പറഞ്ഞിട്ട് മുസ്ലിം ലീഗാണ് വടകരയിൽ മുരളിയുടെ തെരഞ്ഞെടുപ്പിനെ നിയന്ത്രിക്കുന്നത്, ലീഗ് ഇത് ഏറ്റെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റായ, KSUവിന്റെ പ്രസിഡന്റായ, പിന്നെ കോൺഗ്രസിന്റെ MLA ആയ ഒരാൾ വന്ന് മത്സരിക്കുന്നു. അയാളെ പേരിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. ആ വ്യത്യാസം വരുമ്പോഴേക്ക് DYFIയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ് പറയുന്നത്, പാലക്കാട് നിന്ന് ഷാഫി എന്നൊരാൾ വന്നിരിക്കുന്നു, ഞങ്ങൾ 2 ലക്ഷത്തിന് അനായാസേന ജയിക്കും. അത് മാത്രവുമല്ല, ഷാഫി 10-ാം തീയതിയാണ് വടകരയിൽ പിന്നെ ഷാഫി വരുന്നത്. സ്ഥാനാർത്ഥി പര്യടനം 9-ാം തീയതിയാണ് പ്രഖ്യാപനം വരുന്നത്. 10-ാം തീയതി ഷാഫി വടകരയിൽ വരുന്നു. 10-ാം തീയതി വടകരയിൽ വന്നപ്പോ 11-ാം തീയതി നിങ്ങൾ കാണേണ്ടത് CPMന്റെ VV കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്ന ലോക്കൽ കമ്മിറ്റിയുടെ നേതാവ്, പഴയകാല നേതാവാ, അദ്ദേഹത്തിന്റെ പോസ്റ്റാണ്.
അത് ഞാൻ പറയാം 11-ാം തീയതി അതിൽ വളരെ കൃത്യമായി എഴുതിയിരിക്കുകയാണ്. അത് ഇത് വായിച്ചിട്ടുണ്ട്. അത് ഞമ്മന്റെ ഞാൻ തുടക്കത്തിൽ ആളാണ്, ചോദിച്ചിരുന്നു. ഇതെന്തൊക്കെയാണ് നാട്ടിൽ നടക്കുന്നത്. അപ്പൊ ആ അപ്പൊ ഇത് വളരെ ആസൂത്രിതമാണ്. CPM ഇത് മാത്രല്ല, CPM തെരഞ്ഞെടുപ്പ് പക്ഷെ കാലത്ത് എല്ലാ ലീഗിനെതിരെ കാലത്തും ലീഗിനെതിരെ വടകരയിൽ ഉയർന്ന ആരോപണത്തിന് വർഗീയ താങ്കൾക്ക് കാർഡ് മറുപടി ഉണ്ടായിട്ടില്ല. കളിച്ചിട്ടുണ്ട്. ലിജീഷിന് മറുപടി വേണം ഇടവേളയ്ക്ക് ശേഷം. ഏതാ ലീഗിന് ലീഗിനെതിരെ ഞങ്ങൾ അങ്ങനെ ഒന്നും നിർമ്മിച്ചിട്ടില്ല. ശരി തിരിച്ചെത്താം. ശ്രീ പാറക്കൽ അബ്ദുള്ള, താങ്കളിലേക്ക് ആ ചോദ്യം പൂർത്തിയാക്കിയിട്ട് ഞാൻ ലിജീഷിലേക്ക് പോകാം. മുസ്ലിങ്ങൾ എന്താ തീവ്രവാദികളാ? മുസ്ലിങ്ങൾ എല്ലാവരും തീവ്രവാദികളാണോ എന്ന ചോദ്യമായിട്ട് ടീച്ചർ ചോദിച്ചതിനെ മുസ്ലിങ്ങളെല്ലാം തീവ്രവാദികളാണ് എന്നാക്കിക്കൊണ്ട് അത് മാറ്റിക്കൊടുക്കുകയാണ് ചെയ്തത്. അത് താങ്കൾ ഇപ്പോൾ ഈ എന്താണ് ഷാഫി പറമ്പിൽ വന്ന തീയതി, ഷാഫി പറമ്പിൽ വന്നതിന്റെ പിറ്റേ ദിവസം ആണ് ആരോപണം ഉയർന്നത്. ഇതൊക്കെ നിങ്ങൾ കൃത്യമായി ഓർക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇതും കൂടി ഒന്ന് ആലോചിക്കേണ്ടതാണ്. ഇത് തുടക്ക സമയത്തുണ്ടായ പ്രതികരണമാണ്. അതിലാ ലീഗ് പ്രവർത്തകന്റെ പേരടക്കം ഇപ്പോൾ ലിജീഷ് പറഞ്ഞല്ലോ. നിങ്ങളത് തള്ളി പറഞ്ഞു. ഞങ്ങൾ തള്ളി പറഞ്ഞു എന്ന് മാത്രമല്ല, ഞാൻ ചോദിക്കുന്നത് ഒരാപണം വരുന്നു. പറഞ്ഞോളൂ. അദ്ദേഹം വിദേശത്തു നിന്നാണ് നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. കണക്ഷൻ പ്രോബ്ലം ആണ്. തിരിച്ച് അദ്ദേഹത്തിലേക്ക് വരാം. ലിജീഷ് മറുപടി പറഞ്ഞോളൂ. ഈ കാഫിർ പ്രയോഗത്തിന്റെ കാര്യമാണ്. കാഫിർ പ്രയോഗം CPM തന്നെ ഉണ്ടാക്കിയ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പാണെന്നും അതിനകത്തേക്ക് ഒരു ലീഗ് പ്രവർത്തകനെ കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് എന്നിട്ട് അയാൾ പിന്നീട് പരാതി കൊടുക്കുന്നു. അതുമേൽ ഇപ്പോൾ പോലീസ് അന്വേഷണം നടക്കുകയാണ്. എന്താണ് ഈ അന്വേഷണം എങ്ങും എത്താത്തത് എന്നുള്ള ചോദ്യമാണ് പാറക്കൽ അബ്ദുള്ള ചോദിക്കുന്നത്. ഈ കാഫിർ പ്രയോഗവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ മറുപടി പറഞ്ഞോളൂ. അല്ല, അതിന്റെ മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. നേരത്തെ തുടക്കത്തിൽ സ്മൃതി പരുത്തിക്കാടും അതിനുശേഷം അവർ പറഞ്ഞൊരു കാര്യം ഡിവൈഎഫ്ഐയുടെ മുൻ സംസ്ഥാന കമ്മിറ്റി അംഗമായ PK അജീഷ് മാഷ് എഴുതിയതുമായി ബന്ധപ്പെട്ടാണ്. സ്മൃതി അത് വായിച്ചപ്പോൾ പോലും അത് മുഴുവൻ വായിച്ചില്ല, തുടക്കവും വായിച്ചില്ല. അതിനകത്ത് അജീഷ് മാസ്റ്ററുടെ പോസ്റ്റിനകത്ത് മുസ്ലിം ലീഗിലെ ചില പ്രത്യേക സൂക്കേട് ഉള്ള ചെറുപ്പക്കാർക്ക് അർമാദിക്കാൻ പറ്റിയ ഒരു പേരുകാരൻ വടകരയിൽ സ്ഥാനാർത്ഥിയായി എന്നാണ് പറഞ്ഞത്. ആദ്യത്തെ ദിവസം തന്നെ അങ്ങനെ ഒരു അർമാദിക്കൽ ശ്രീ ലിജീഷ്, ഒരു സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ എന്ന സ്ഥാനാർത്ഥി വരുമ്പോൾ ലിജീഷ് എങ്ങനെയാണ് അങ്ങനെ ഒരു അർമാദം നിങ്ങൾക്ക് കാണാൻ പറ്റുക? ഇവിടെ ലീഗ്, വടകരയിൽ ലീഗ് മുല്ലപ്പള്ളി ആയപ്പോഴും പിന്തുണച്ചിട്ടുണ്ട്, മുരളീധരനായപ്പോഴും പിന്തുണച്ചിട്ടുണ്ട്. ഷാഫി പറമ്പിൽ വരുമ്പോൾ ഒരു പ്രത്യേക തരത്തിൽ പ്രവർത്തിക്കും എന്ന് തോന്നുന്നത് എങ്ങനെയാണ്? അതെങ്ങനെയാണ് അങ്ങനെ പറയുന്നത്? അതെന്ത് മനസ്സിൽ നിന്നാണ് അത് വരുന്നത്? അതാ ഞാൻ പറഞ്ഞത്, ആ പോസ്റ്റ് മുഴുവൻ സ്മൃതി പരുത്തിക്കാട് വായിക്കണമായിരുന്നു. എന്നിട്ടാണ് നിങ്ങൾ പറയേണ്ടത്. നിങ്ങൾ അതിന്റെ ഒരു ഭാഗം വെട്ടിമാറ്റിയാണ് പറഞ്ഞത്. മുസ്ലിം ലീഗുകാർക്ക് ഞാൻ പറയട്ടെ, മുസ്ലിം ലീഗുകാർക്ക് റിപ്പോർട്ടർ ചാനൽ ഉൾപ്പെടെയുള്ള ഈ കാര്യങ്ങൾ നിങ്ങൾ അരുൺകുമാർ ഉൾപ്പെടെ പറഞ്ഞത് കട്ട് ചെയ്ത് പ്രചരിപ്പിച്ച സമയത്ത്, ആ സമയത്ത് പ്രചരിപ്പിച്ചിട്ട് ഈ അജീഷ് മാഷ് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഈ അജീഷ് മാഷിന്റെ ഈ പോസ്റ്റിനകത്ത് മുസ്ലിം സമുദായത്തെ അടച്ചാക്ഷേപിച്ചല്ല പറഞ്ഞത്, മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് പറഞ്ഞത്. നിങ്ങൾ ഈ പറഞ്ഞല്ലോ, മുല്ലപ്പള്ളി രാമചന്ദ്രൻ വന്ന് മത്സരിച്ച സമയത്തും ശ്രീ മുരളീധരൻ വന്ന് മത്സരിച്ച സമയത്തും എന്തുകൊണ്ടാണ് വടകരക്കകത്ത് അത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാതിരുന്നത്? മുസ്ലിം ലീഗ് പിന്തുണച്ചിരുന്നല്ലോ. ആ സമയത്ത് എന്തൊക്കെ രാഷ്ട്രീയപരമായ ചർച്ചകളാണ് നടന്നിരുന്നത്. അതിൽ നിന്ന് മാറി ഈ പ്രാവശ്യം അത് തെന്നി മാറ്റി വ്യത്യസ്തമായ വേറെ ആംഗിളിലേക്ക് പോയി. അതാണ് പിന്നീടിട്ട പോസ്റ്റുകൾ മുഴുവൻ വായിച്ച് അദ്ദേഹത്തെ പറ്റി ഒരു പഠനം നടത്താനല്ലോ ഞാൻ ഇരിക്കുന്നത്. അദ്ദേഹം 11-ാം തീയതി ഇട്ട പോസ്റ്റിനെ കുറിച്ചാണ് ഞാൻ ചോദിച്ചത്. അതായത് വരുന്ന ദിവസം ഷാഫി പറമ്പിൽ എന്നൊരു പേരുകാരൻ ഇങ്ങോട്ട് വരുന്നുണ്ട് എന്ന് അദ്ദേഹത്തിന് തോന്നുന്നത് ഏതു മനസ്സിൽ നിന്നാണ് ശ്രീ ലിജീഷ്? 11-ാം തീയതി പിന്നീട് അപലപിക്കലൊക്കെ ഉണ്ടാവട്ടെ. മുസ്ലിം ലീഗിലെ പ്രത്യേക സൂക്കേട് തന്നെ ഇൻവെർട്ടർ കോമയിൽ കൊടുത്തിട്ടുണ്ട്. പ്രത്യേക സൂക്കേടുള്ളവർക്ക് ഈ സൂക്കേട് നിങ്ങൾക്ക് മറ്റ് സ്ഥാനാർത്ഥികളിൽ നിൽക്കുമ്പോൾ തോന്നാത്തതും ഷാഫി പറമ്പിൽ എന്ന സ്ഥാനാർത്ഥി വരുമ്പോൾ തോന്നുന്നതും എന്തുകൊണ്ടാണ്? എന്താണ് ഉദ്ദേശിക്കുന്നത്? കോൺഗ്രസിൽ നിന്നൊരു മുസ്ലിം നാമധാരി തെരഞ്ഞെടുപ്പിൽ നിൽക്കരുത് എന്നാണോ CPM ഉദ്ദേശിച്ചത്? എന്താണ് ഉദ്ദേശിക്കുന്നത്? ഈ കോൺഗ്രസിനകത്ത് മുമ്പ് ഈ ലോക്സഭയിലും നിയമസഭയിലും മുസ്ലിം സ്ഥാനാർത്ഥികൾ മത്സരിച്ചിട്ടില്ലേ? അവിടെയൊക്കെ ഇത്തരത്തിൽ CPM ഷാഫി പറമ്പിൽ തന്നെ പാലക്കാട് മത്സരിച്ചിട്ടില്ലേ? ഇതാണല്ലോ ഞാൻ താങ്കളോട് ആദ്യം ചോദിച്ചത്.
ഷാഫി പറമ്പിൽ തന്നെ 2 തവണ ജയിച്ചതല്ലേ? അവിടെ 70% ഹിന്ദുക്കളല്ലേ? അതുതന്നെയാണ് ഞങ്ങൾ അവിടെ പറഞ്ഞത്. മതേതര ഞങ്ങൾ വോട്ടാണ്, ഇത്തരത്തിൽ മതേതര വടകരയിൽ വോട്ടാണ് ക്യാമ്പയിൻ ഏറ്റെടുക്കാൻ സെക്യുലറായ ഇടയായ സ്ഥാനാർത്ഥിക്ക് സാഹചര്യവും ലഭിച്ചത്. വടകരക്കകത്ത് വടകരയിൽ ഇത്തരത്തിലുള്ള അദ്ദേഹം സെക്യുലർ ആവുകയും ക്ഷമിക്കണം, പാലക്കാട് അദ്ദേഹം സെക്യുലർ ആവുകയും ഇവിടെ വടകരയിലേക്ക് എത്തുമ്പോൾ ഒരു വർഗീയവാദിയാവുകയും എങ്ങനെയാണ്? അങ്ങനെയെങ്കിൽ ഷാഫി പറമ്പിൽ ഒരു വർഗീയ വിദ്വേഷ പ്രതികരണത്തിന്റെ ഒരു വഴി പറയൂ എന്ന് പറയുമ്പോൾ താങ്കൾക്ക് ചൂണ്ടിക്കാണിക്കാനില്ല. ആരൊക്കെയോ വിളിച്ചു പറയുന്നതും ആരൊക്കെയോ നടത്തിയ പ്രചാരണവും എടുത്തു പറയുകയാണ്. അതിന്റെ ഉത്തരവാദിത്വം അവിടെയുമുണ്ട് ഇവിടെയുമുണ്ട്, തുല്യമാണ്. ഒരു രാഷ്ട്രീയ നേതാവിനെ, ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ നേതാവിനെ പൊളിറ്റിക്കൽ പേഴ്സൺ എന്ന് പറയണമെങ്കിൽ ആ പൊളിറ്റിക്കൽ പേഴ്സൺ എങ്ങനെയാണ് അദ്ദേഹം ട്രീറ്റ് ചെയ്യുന്നത് നിങ്ങൾ വിശദീകരിക്കേണ്ടി വരും. അതിന്റെ ഉത്തരവാദിത്വം CPM-നുണ്ട്. അതിന്റെ ഉത്തരവാദിത്വം CPM-നുണ്ട്. ലിജീഷ്, സ്മൃതി ഹലോ സ്മൃതി, കേൾക്കാമോ? ശ്രീ പാറക്കൽ അബ്ദുള്ള, ഞാൻ ചോദിച്ചത് ഇതായിരുന്നു, താങ്കൾ കേട്ടോ എന്നറിയില്ല. നിങ്ങളുടെ തന്നെ പാർട്ടിയുടെ ഒരു പ്രതിനിധി ഞങ്ങൾക്ക് നൽകിയ അഭിമുഖത്തെ വളച്ചൊടിച്ചത് മുസ്ലിങ്ങൾ എന്താ തീവ്രവാദികളാ എന്ന് ചോദിക്കുന്നു ടീച്ചർ. മുസ്ലിങ്ങളെല്ലാം തീവ്രവാദികളാണോ എന്നതാണ് ചോദ്യം. അതിനെ മുസ്ലിങ്ങളെല്ലാം തീവ്രവാദികളാണ് എന്നാക്കി. അതിന് ഉത്തരവാദിത്തമില്ലേ? അപലപിച്ചോ നിങ്ങൾ? താങ്കൾ കണ്ടിരുന്നോ? അല്ല, ഞങ്ങൾ അതിനെ അന്ന് തന്നെ ഞാൻ കണ്ടിരുന്നു. ഞങ്ങൾ അതിനെ അന്ന് തന്നെ തള്ളി പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാനിപ്പോ ചോദിച്ചപ്പോ എന്താണ് പെട്ടെന്ന് ഓർമ്മപ്പിശക് വന്നത്? പറയുന്നത് അല്ല, ഓർമ്മപ്പിശകല്ല. നിങ്ങൾ ഏതോ ഒരു പ്രസംഗത്തെ വളച്ചൊടിച്ചാ പറഞ്ഞത്. പ്രസംഗത്തെ അല്ല വളച്ചൊടിച്ചത്. ഞാൻ കണ്ടത് പ്രസംഗത്തെ അല്ല. ഞാൻ അതുകൊണ്ടാണ് ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞത്. പക്ഷെ നിങ്ങൾ ഒന്നും മനസ്സിലാക്കേണ്ടത്, ഇവിടെ പോലീസ് പരാതി കൊടുക്കുന്നു. പ്രധാനമന്ത്രിക്കെതിരെ പോസ്റ്റ് ഇട്ടു. ആ പോസ്റ്റ് ഇട്ടയാളെ രായ്ക്ക് രാമാൻ 5-10 മണിക്കൂർ കൊണ്ട് പിടിക്കാണ്. പോസ്റ്റ് ഇട്ടയാളെ എന്നിട്ട് എന്താ പറഞ്ഞത്? കേസെടുത്തത് എന്താ? പ്രധാനമന്ത്രിയുടെ സൽപ്പയിൽ കളങ്കമുണ്ടാക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അയാൾക്കെതിരെ കേസെടുത്തു, അറസ്റ്റ് ചെയ്തു. എന്താ ഇവർക്ക് ഇത് കേസെടുത്ത് അറസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല? ഇത് പുകമറയാണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, ഇത് ഇല്ലാത്ത കരിമ്പൂച്ചയെ ഇരുട്ടിൽ തപ്പുകയാണ് CPM ഒരു ശത്രുവിനെ ഉണ്ടാക്കുകയാണ്. പ്രതീകാത്മകമായ ഒരു ശത്രുവിനെ ഉണ്ടാക്കി എന്നിട്ട് അതിനെതിരെ പോരാടുന്ന ഒരു സാഹചര്യം. എന്താണ് കാരണം? വടകര ഇപ്പൊ മാത്രമേ ഉള്ളൂ. എന്താ വടകരയിൽ മുരളി വന്നപ്പോ എന്തെങ്കിലും അത് തോന്നിയില്ല? വടകരയിൽ മുരളി വന്നപ്പോ മുസ്ലിം ലീഗിന്റെ മുഴുവൻ പ്രവർത്തനം ഏറ്റെടുത്തപ്പോ എന്തുകൊണ്ട് തോന്നിയില്ല? മുല്ലപ്പള്ളി വന്നപ്പോഴും ലീഗിന്റെ പ്രവർത്തനം ഏറ്റെടുത്തപ്പോ എന്തുകൊണ്ട് അത് മറ്റൊരു തരത്തിൽ തോന്നിയില്ല? ഷാഫി വന്നപ്പോ മനസ്സിലുള്ള ആ കുച്ചുണ്ട് വിചാരമാണ് വടകരയിലെ ഞാൻ പാർട്ടിയെ കുറ്റപ്പെടുത്തില്ല. വടകരയിലെ ഒരു ലോബി ഉണ്ട്, അവർ സ്ഥിരമായി ചെയ്യുന്നതാ. നിങ്ങൾ എവിടെയാ വടകരയിൽ? നിങ്ങൾ ഇവിടെ CPM ഒരു സമാധാന പാർട്ടിയാണെന്ന് പറയാൻ സാധിക്കുക. വടകരയിലെ തൂണേരിയിലെ വിഷയമായാലും അതുപോലെ പല സ്ഥലങ്ങളിലെ വിഷയമായാലും പാർട്ടി ഞാൻ കുറ്റപ്പെട്ടില്ല. പക്ഷെ ആ പാർട്ടിയിൽ ഒരു ലോബി വളരെ കൃത്യമായി വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് പറയോ നിങ്ങൾ സാമാന്യവൽക്കരിക്കുക, അപ്പുറമുണ്ട്. നിങ്ങളത് പരിശോധിക്കും. ഇപ്പൊ ഞാൻ പറയട്ടെ, കാസിം കൊടുത്ത പരാതി, ജില്ലാ MSF-ന്റെ വൈസ് പ്രസിഡന്റ്, ആ പരാതി ശൈലജ ടീച്ചർ പിന്നെ ഷെയർ ചെയ്തപ്പോ അതിനെതിരെ പരാതി കൊടുത്തിട്ട് എടുക്കാത്തത്. ബാക്കി ഇപ്പുറത്തുനിന്ന് ആര് പറഞ്ഞാലും ഇങ്ങനെ ഒരു പരാതി ഷെയർ ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോ നിങ്ങൾ കേസെടുക്കുകയും അപ്പുറത്ത് CPM-ന്റെ നേതാക്കന്മാർ ഇത് ഷെയർ ചെയ്യുമ്പോ പോലീസ് മിണ്ടുന്നില്ല. അത് മാത്രവുമല്ല, ഈ പിന്നെ പരാതി ആർക്കും ഈ പരാതി ഫോൺ അവിടെ കൊടുത്താൽ പോലീസിന്റെ കയ്യിൽ, പോലീസ് അന്വേഷിച്ചിട്ട് കൃത്യമായി ഇത്ര ദിവസമായി, ഒരാഴ്ച കഴിഞ്ഞില്ലേ, പോലീസിന് ഇത് കൊടുത്തു. എന്നിട്ട് പോലും പോലീസ് ആ കാര്യത്തിൽ ഞങ്ങൾ കഴിഞ്ഞ 2 ദിവസം 3 ദിവസം മുമ്പ് എസ്പിഡി പോയി ഈ കാസിമിനെ കൂട്ടി കാസിമിനോട് പറഞ്ഞു നീ കുറ്റക്കാരനല്ല. 2 ദിവസം അപ്പൊ കാസിം പറഞ്ഞു എനിക്കത് എഴുതി തരണം, നീ ഇതിന് കുറ്റക്കാരനല്ല. അപ്പൊ 2 ദിവസം കഴിഞ്ഞ അന്വേഷണം പൂർത്തിയാട്ടെ, നിങ്ങൾക്ക് ഇതിൽ പങ്കില്ല. അത് പറയുകയല്ലാതെ നടപടിയൊന്നും ആകുന്നില്ല. അപ്പോ വളരെ കൃത്യമായി ഇത് CPM ഇതില് വർഗീയയുടെ വടകരയിൽ കളിച്ച് ജയിക്കാനുള്ള ശ്രമം നടത്തിയാണ്. ഒരു ഭൂരിപക്ഷം വടകര പോലുള്ള ഒരു പ്രദേശത്ത് CPM ആയാലും കോൺഗ്രസ് ആയാലും ലീഗ് ആയാലും ഇന്ന് എക്കാലത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒക്കെ കഴിയും. നാട്ടിൽ സമാധാനമാക്കാൻ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ആളുകളാണ് ഞങ്ങൾ. ഒന്നിടപെടുന്നു. ശ്രീ റിജിൽ മാക്കുറ്റി, നിങ്ങൾ ഇനി 11-ാം തീയതി വടകരയിൽ ഒരു വിശദീകരണ പരിപാടി സമ്മേളനം നടത്താനിരിക്കുന്നു. എന്താണ് അങ്ങനെ ഒരു യോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല, ചെയ്തതെല്ലാം അവരാണ് എന്ന തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു വിശദീകരണമാണോ? അങ്ങനെ ചെയ്യുന്നതിൽ വല്ല അർത്ഥമുണ്ടോ? എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്?
അല്ല സ്മൃതി, യഥാർത്ഥത്തിൽ ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന ഞങ്ങളുടെ സ്ഥാനാർത്ഥിക്കെതിരായിട്ടുള്ള വളരെ നീചമായിട്ടുള്ള കടന്നാക്രമണങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ പാലക്കാട് CPM ഇല്ലാത്ത ഒരു പ്രശ്നമാണ് ഷാഫിയോട് വടകരയിലെ CPM. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? വടകരയിലെ സാധാരണക്കാരായ വലിയ CPM ആളുകൾ ഉൾപ്പെടെ ഷാഫിക്ക് വോട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ പാർട്ടി ഘടകത്തിനകത്ത് നിന്ന് വരെ വോട്ട് ചോർന്നിരിക്കുന്നു വന്നപ്പോഴാണ് ഇത്തരത്തിൽ നീചമായ ആരോപണവുമായി മുന്നോട്ട് വരുന്നത്. റഹീമിനെ പോലെ ഒരാൾ വടകരയിൽ വന്ന് പ്രസംഗിച്ചത് അദ്ദേഹത്തിൻ്റെ ആ ഒരു അന്തസ്സിന് ചേർന്ന കാര്യമാണോ? ഷാഫിയുടെ പൊതുജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ കൂടെ KSU കാലം തൊട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ് ഞാൻ. അദ്ദേഹത്തിന് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ എവിടെയെങ്കിലും ഏതെങ്കിലും തരത്തിൽ ഒരു വർഗീയമായ രൂപത്തിലുള്ള പ്രസംഗമോ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് കുറിപ്പോ എന്തെങ്കിലും നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുമോ? ഇത്രയേറെ കേരളത്തിൻ്റെ മതനിരപേക്ഷ കേരളത്തിനകത്ത് ഇത്രയേറെ നിലപാട് പറഞ്ഞ ഒരു സംശുദ്ധ രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രതീകമായി നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരനെ റഹീമിനെ പോലത്തെ ഒരാൾ വന്ന് ഇത്രയും മ്ലേച്ഛമായ രൂപത്തിൽ ആക്ഷേപിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് നമുക്കറിയാൻ സാധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശ്രീ പാറക്കൽ ഇവിടെ സൂചിപ്പിച്ചു, അമ്പാടി സഖാക്കളുടെ വാട്സപ്പ് കൂട്ടായ്മ സ്മൃതിക്കറിയോ? RSSൽ നിന്ന് പി ജയരാജൻ കൊണ്ടുവന്ന RSSകാർ CPM ആയപ്പോൾ അവർ അമ്പാടി സഖാക്കളായി. പിന്നെ ജയരാജൻ്റെയും കൃഷ്ണൻ്റെയും അർജുൻ്റെയൊക്കെ ഫോട്ടോ വെച്ച് മാറ്റിയതുപോലെ ജയരാജനെയൊക്കെ ആക്കിയ ആളുകളാണ്. അവരുടെ ഗ്രൂപ്പിൽ നിന്നാണ് ഇത് വന്നതെന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിൻ്റെ കാര്യം എന്താണെന്ന് ഈ കേൾക്കുന്ന ആളുകൾക്ക് നന്നായിട്ട് അറിയാം. ഇത് വളരെ കൃത്യമാണ്. ഇത് CPM സൈബർ ഇടങ്ങളിൽ നിന്ന് വന്നൊരു സാധനമാണ്. പാനൂരിലെ ബോംബ് പൊട്ടിയതുപോലെ തന്നെ ഇത് അവർ പൊട്ടിച്ചതാണ്. മാഷാ അള്ളാ സ്റ്റിക്കർ ഒട്ടിച്ച് ഒരു ഉളുപ്പുമില്ലാതെ അത് മറ്റ് തീവ്രവാദ സംഘമാണ് എന്ന് കൈരളി, മുസ്ലിം തീവ്രവാദികളാണ് TPയെ കൊന്നത് എന്ന് കൈരളി ചാനലും പിണറായി വിജയൻ എന്ന് പറഞ്ഞ പാർട്ടി സെക്രട്ടറിയും ഈ നാട്ടിൽ പറഞ്ഞു വെച്ചതുപോലെ കൃത്യമായ രൂപത്തിലുള്ള ഇസ്ലാമോഫോബിയ ഈ തെരഞ്ഞെടുപ്പിനകത്ത് CPM നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ ഷാഫി പറമ്പിൽ ശൈല ടീച്ചർക്കെതിരായ ആളുകൾക്കെതിരെ എന്ത് നടപടിയെടുത്തു? നിങ്ങൾ ഈ പറയുന്ന ഇത്രയും ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഇട്ടിട്ടുണ്ടല്ലോ. നിങ്ങളുടെ PA ആയിട്ടുള്ള തിരുവമ്പാടി MLA PA ഉൾപ്പെടെ അജയ് ഫ്രാൻസിസും അതോടൊപ്പം തന്നെ നിങ്ങളുടെ പല ഗ്രൂപ്പുകളിൽ നിന്നും ഉണ്ടാക്കിയിട്ടുള്ള എന്തെല്ലാം വിഷം തുപ്പുന്ന പ്രചരണങ്ങൾ ഇവർ നടത്തിയിട്ടുണ്ട്. KK രമയുടെ പേരിൽ മലയാള മനോരമയുടെ ന്യൂസിന്റെ പേരിൽ വാർത്തയുണ്ടായില്ലേ? ഇത് തീവ്രവാദ സംഘങ്ങളാണ് തെരഞ്ഞെടുപ്പ് നിയന്ത്രിക്കുന്നത്, ഞങ്ങൾ പുറകോട്ട് പോകുന്നു, SDPI ബന്ധം തിരിച്ചടിയാണെന്ന് പറഞ്ഞ് വേണ്ടാകുന്നത് ഷാഫി പറഞ്ഞില്ല എന്ന് പറഞ്ഞ് K വേണു എന്നും RMB സെക്രട്ടറിക്കെതിരായിട്ടുള്ള വ്യാജ വാർത്തകൾ നിങ്ങൾ പ്രചരിപ്പിച്ചില്ലേ? നിങ്ങൾ അങ്ങനെ റെഡ് വോയിസ് UAE ഇയാൾ മത്സരിക്കുന്ന വടകരയിലാണോ അതോ പാകിസ്ഥാനിലാണോ? നിങ്ങളുടെ സൈബർ ഗ്രൂപ്പുകളിനകത്തല്ലേ ഇത്തരം കാര്യങ്ങൾ വന്നത്? നിങ്ങൾ തള്ളി പറഞ്ഞിട്ടുണ്ടോ? അതോടൊപ്പം എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളത്, പാനൂരിൽ പൊട്ടിയ ബോംബ്, ആ പൊട്ടിയ ബോംബിൽ മരിച്ച ആളുകളുടെ ഫോട്ടോ ശൈല ടീച്ചറുടെ കൂടെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ശൈല ടീച്ചറാണോ അവരെ ബോംബ് നിർമ്മിക്കാൻ അയച്ചത്? ശൈല ടീച്ചർ പറഞ്ഞിട്ടാണോ ബോംബ് നിർമ്മിച്ചത്? ഞങ്ങൾ എവിടെയും പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. ബോംബ് കെട്ടുകയും അപ്പൊ ഈ പറയുന്ന ബോംബ് ഉണ്ടാക്കാൻ പഠിപ്പിച്ചു എന്ന് പറഞ്ഞില്ലെങ്കിലും അല്ല ഇപ്പൊ അത് ഞാൻ പറയാം, ബോംബ് കെട്ടിയ ആൾ മരിച്ചല്ലോ. അപ്പൊ ഇത് ഒന്നുമില്ലാത്ത പല കാര്യം ഫേക്കിനകത്ത് വരുന്നത് ഷാഫി പറമ്പിലാണ് ചെയ്തത്, അത് മറ്റേ ആളാണ് ചെയ്തത്, അത് രാഹുൽ മാങ്കൂട്ടത്തിലാണ് ചെയ്തത് എന്ന് ഇവരങ്ങ് പറയല്ലേ? എന്നിട്ട് അതിനകത്ത് വളരെ കൃത്യമായിട്ട് ഒരു DYFI സംസ്ഥാന കമ്മിറ്റി അംഗം ഇട്ട പോസ്റ്റ്, ആ പോസ്റ്റിനകത്ത് സാമാന്യ ബോധമുള്ള ഒരാള് ഏത് രൂപത്തിലാണ് സ്മൃതി അത് കാണുക? ഷാഫി പേരുകാരൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ഞാൻ ഇട്ടിട്ടുണ്ടല്ലോ, ഞാനും പറഞ്ഞിട്ടുണ്ട് എന്റെ ഫേസ്ബുക്കിൽ. അല്ലല്ല, അതെപ്പോഴാണ് ഇട്ടത്? കാഫിർ എന്ന് പറയുന്ന പ്രയോഗം നടത്തി ടീച്ചർ ഇല്ലാത്ത ഫേക്കായിട്ടുള്ള ഒരു ആരോപണത്തെ ചേർത്ത് വെച്ചുകൊണ്ട് എനിക്കെതിരെ കാഫിർ എന്ന് പറഞ്ഞ് ആക്ഷേപം ഉന്നയിച്ചു എന്ന് ടീച്ചർ പറഞ്ഞ ടീച്ചറെ ശൈശിക ടീച്ചറെ കൂടിയല്ലാതെ പിന്നെ ആരെ കൂടിയ ഫോട്ടോ ഇടേണ്ടത്? ആ ടീച്ചറെ മനസ്സിനകത്ത് അത്തരത്തിലുള്ള വർഗീയ ചിന്താഗതിയില്ലെങ്കിൽ ടീച്ചർ അങ്ങനെ പറയോ? ഒരു സ്ഥാനാർത്ഥിക്കും അതോട് ബന്ധപ്പെട്ട ആർക്കും ഒരു ബന്ധമില്ലാത്തൊരു വിഷയത്തിനകത്ത് അത് സ്ഥാനാർത്ഥിയുടെ പേര് വെച്ച് സ്ഥാനാർത്ഥിയുടെ പേരിൽ ആരോപിക്കുമ്പോൾ സ്വാഭാവികമായും ഞങ്ങൾ പ്രതികരിച്ചിട്ടുണ്ട്. ഞാൻ ഇട്ടിട്ടുണ്ട്, രാഹുൽ മാങ്കൂട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ അത്തരം ചിന്താഗതിക്കാരെ ശശികല ടീച്ചറുടെ പേരിലല്ലാതെ പിന്നെ ആരോട് ഭൂമിക്കും? ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ തെരഞ്ഞെടുപ്പിനകത്ത് RSSകാർ പോലും ഇവരെ മുമ്പിൽ നമിക്കുന്ന രൂപത്തിലുള്ള പ്രചാരവേരിയിൽ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്താണ്? അത്തരത്തിൽ കാര്യങ്ങൾ പറയുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും വളരെ കൃത്യമായ രൂപത്തിലുള്ള ഒരു അതാണ് ഞാൻ പറഞ്ഞത്. വരുന്ന പോസ്റ്റുകൾക്ക് ഉത്തരവാദി KK ശൈലജയാണ് എന്ന രൂപത്തിൽ ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ എന്നാണ് പറഞ്ഞത്. അതിന് മറുപടി അല്ല, ഇത് തന്നെയാണ് ഇവർ ആദ്യം മുതലേ പറഞ്ഞു കൊടുക്കുന്ന സ്മൃതി. ഇതെല്ലാം ഇവരുടെ താഴേക്ക് പ്രസരിപ്പിക്കുക, ചെയ്യുക, എന്നിട്ട് അവസാനം പറയും ഇതൊന്നും ഞങ്ങളല്ല.
ഈ പറയുന്ന ഫേസ്ബുക്ക് വാട്സപ്പ് ക്യാമ്പയിൻ മാത്രമല്ല ഞാൻ പറയുന്നത്, ഞാനതാ തുടക്കത്തിൽ പറഞ്ഞത്. ഇത് വീടുകൾക്കകത്തേക്ക് പ്രചരിപ്പിച്ചു, ഇത് മൗത്ത് ടു മൗത്ത് പ്രചരിപ്പിച്ചു, ഡോർ ടു ഡോർ പ്രചരിപ്പിച്ചു. ഇതൊന്നും ചെറിയ ഡാമേജ് അല്ല വടകരക്കകത്ത് ഉണ്ടാക്കി. എന്നിട്ട് അവസാനം ചാനൽ ചർച്ചകളിൽ വന്നിട്ട് പറയാ ഞങ്ങൾ ഇതിനൊന്നും ബാധകമല്ല, ഞങ്ങൾ ഇതൊന്നും പറഞ്ഞിട്ടില്ല, ഞങ്ങൾ ഇതിനൊന്നും നേതൃത്വം കൊടുത്തിട്ടില്ല എന്ന്. ഈ വിഷയങ്ങളെല്ലാം ഇതെല്ലാം ഇവർ ചെയ്തു വെച്ചതാണ്. എന്നിട്ട് അവസാനം ചോദിച്ചതിന് അദ്ദേഹത്തിനെതിരായി ആ രൂപത്തിൽ പ്രചാരണം നടത്തിയത് ഈ ശശികല ടീച്ചറെയും അതുപോലെ ശൈല ടീച്ചറെയും ഒരേപോലെ ഇതാക്കി കാണിച്ചു കൊടുക്കുക, അതുപോലെ തന്നെ മറ്റെല്ലാ പ്രവർത്തനത്തിനും നേതൃത്വം നൽകുക. എന്നിട്ട് അവസാനം ഞങ്ങൾ ഇതൊന്നും ചെയ്തിട്ടില്ല. ഈ പറയുന്ന ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നിങ്ങൾ ഈ പറയുന്നത് അല്ല, ഞാൻ പറയട്ടെ, ശൈലജയുടെ ഫോട്ടോ ഇടേണ്ടത് എന്നാ ഞങ്ങൾക്ക് പറയാനുള്ളത്. ലിജീഷ് പറയട്ടെ. അതിനൊക്കെ ന്യായീകരിക്കാൻ നിങ്ങൾ ഇതായത് RSS പോലെയാണ് ഞങ്ങൾ എന്ന് പറഞ്ഞ് സ്ഥാപിക്കാനുള്ള ഇടപെടൽ നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തെറ്റായ പ്രചരണം വർഗീയ പ്രചരണം നടത്തുകയാണ്. ഞങ്ങൾ ചെയ്ത കാര്യങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ. ഈ പറയുന്ന മുസ്ലിം ലീഗിന്റെ നേതാവല്ലേ? അയാൾക്കെതിരെ നടപടി ഉണ്ടായോ? പാർട്ടി ഇത്രയും വലിയ നെറുകേട് ഒരു നാടിനോട് കാണിച്ചു എന്നുള്ളത് ചരിത്രത്തിൽ ഒരിക്കലും ആ കളങ്കം മാഞ്ഞു പോകില്ല. വടകര പോലൊരു മണ്ഡലത്തിനകത്ത് വർഗീയത പ്രചരിപ്പിച്ച് തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ കഴിയുമെന്നുള്ള പരീക്ഷണശാലയാക്കി നിങ്ങൾ മാറ്റിയതാണ്. സ്മൃതി, ഞങ്ങൾ ഇത് കൂടുതൽ പറയാത്തത്, ഇത് കൂടുതൽ ചർച്ച നാട്ടിൽ വീണ്ടും CPM ഓരോ വീടുകളിലും കയറി ഭീഷണിപ്പെടുത്തിയത് ഞങ്ങളുടെ കയ്യിലുണ്ട്. പക്ഷെ ഞങ്ങൾ അത് പറയാത്തത് എന്തുകൊണ്ടാ? നാട്ടിൽ അതൊക്കെ ഈ വടകരയിലുള്ള ഒരാളും വിശ്വസിക്കില്ല. നിങ്ങൾ വിശ്വസിക്കേണ്ടി വരും. പതിവിന് വിരുദ്ധമായുള്ള പ്രതികരണങ്ങൾ CPM നേതാക്കളിൽ നിന്ന് വരുമ്പോഴാണ് അതിന്മേൽ ചോദ്യം ഉണ്ടാകുന്നത്. എന്തിന് ഷാഫി പറമ്പിലിന് പാലക്കാട് ഉപയോഗിക്കേണ്ടാത്ത ഒരു കാര്യം വടകരയിൽ ഉപയോഗിക്കേണ്ടി വന്നു എന്ന് ചോദിക്കുമ്പോൾ താങ്കൾക്ക് മറുപടിയില്ല. എന്താണ് ഷാഫി പറമ്പിൽ ചീറ്റിയ വിഷം എന്ന് ചോദിക്കുമ്പോൾ താങ്കൾക്ക് മറുപടിയില്ല. അണികൾ ചെയ്തിട്ടുണ്ടല്ലോ എന്നതാണ് താങ്കളുടെ ന്യായം. അങ്ങനെയെങ്കിൽ രണ്ടു കൂട്ടരും കണക്കെടുത്താലും നല്ല കളിയല്ല വടകരയിൽ കളിച്ചത്. ഇത് കണ്ട് ചിരിക്കുന്ന അപ്പുറത്ത് ചിരിക്കുന്ന മറ്റൊരു പാർട്ടിയുണ്ട്. കാര്യങ്ങൾ എളുപ്പത്തിലാക്കി കൊടുക്കരുത്. നിലപാട് ഞങ്ങൾ സ്വീകരിച്ചിട്ടില്ല. ഞങ്ങൾ അന്തസ്സായിട്ടാണ് വടകരയിലും കേരളത്തിലും മനസ്സിലാക്കേണ്ടത്. വലിയ ആഘാതം തെരഞ്ഞെടുപ്പിൽ വലിയ ആഘാതമുണ്ടാകും. CPM-ന് വടകരയിൽ ഉണ്ടാകാൻ പോകുന്ന വലിയ ആഘാതത്തെ ശ്രീപത്മനാഭൻ വർഗീയത പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഇതില് മാത്രമല്ല ലിജേഷ്, വടകര അറിയുന്നവരറിയാം പല ഘട്ടങ്ങളിലും നിങ്ങളുടെ പ്രവർത്തനം, നിങ്ങളുടെ ബലാത്സംഗം ചെയ്തു കള്ളപ്രചരണം നടത്തിയവരാണല്ലോ മുസ്ലിം ലീഗും കോൺഗ്രസും. നിങ്ങൾ അങ്ങനെ എടുക്കല്ലേ? നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് ആ ചരിത്രം ഒന്ന് ഇനിയും പറഞ്ഞുകൊണ്ട് ഇനിയും കാര്യങ്ങൾ വഷളാക്കാതിരിക്കുന്നതാണ് രണ്ടു കൂട്ടർക്കും നല്ലത്. ഏതായാലും ചരിത്രവും അതുപോലെ മുമ്പിലുണ്ട്, നമ്മളെ മുമ്പിലുണ്ട്. സ്മൃതി മറന്നു പോകണ്ട. അല്ലെ, മറന്നിട്ടില്ല. അതൊന്നും പറഞ്ഞുകൂടാത്തോണ്ടാണ് പറയാത്തത്. ഇപ്പോൾ നടന്ന കാര്യങ്ങൾ തെരഞ്ഞെടുപ്പിന് ശേഷവും നിർത്തുന്നില്ലല്ലോ. അതുകൊണ്ടല്ലേ ചർച്ച ചെയ്യുന്നത്? കഴിയുന്നില്ലല്ലോ. അല്ല, അതല്ലല്ലോ സ്മൃതി പറഞ്ഞത് പഴയ കാര്യങ്ങളാണല്ലോ പറഞ്ഞത്. അതിൽ ഈ കാര്യങ്ങൾ കൂടി പറയണല്ലോ. ഈ പറയുന്ന വർഗീയതയുടെ അസ്വസ്ഥങ്ങൾ ഉണ്ടാക്കിയത് ഇപ്പൊ ഞങ്ങളല്ലല്ലോ. ഈ തെരഞ്ഞെടുപ്പിനകത്ത് എല്ലാവിധ സ്കീമുകളും ലംഘിച്ച് പ്രചരണം നടത്തിയ UDF ആണ്.
അത് തുറന്നു കാണിക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല എന്ന് പറഞ്ഞാൽ അത് എവിടുത്തെ ന്യായമാണ്? അഡ്വക്കേറ്റ് ഞങ്ങൾ തുറന്നു എൽ. ജി. കാണിക്കില്ലേ? ചെയ്യുന്ന അതേ അതല്ലേ വടകരയിൽ ഇലക്ഷന് ശേഷം ഷാഫി പ്രചരണം പറമ്പിലാണ് നടത്തുന്നത്? വിജയിക്കുന്നതെങ്കിൽ അത് നരേന്ദ്രമോദിയുടെ വർഗീയത കൊണ്ട് മറ്റൊരു വിജയിച്ചു കാർബൺ എന്ന് കോപ്പിയാണ് സ്ഥാപിക്കാനുള്ള ശ്രമം വടകരയിലെ തെരഞ്ഞെടുപ്പിന് ശേഷം കേരളം നിങ്ങൾ CPM നടത്തുകയാണ്. ഈ അത് അപകടം പിടിച്ച കളിയാണെന്നാണ് ഞാൻ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്. വടകരയിൽ ഷാഫി പറമ്പിൽ വിജയിക്കാൻ പോകുന്നില്ല. ശരി, നല്ല വടകരയിൽ കാര്യം. ഷാഫി പറമ്പിൽ വിജയിക്കാൻ ശരി, പോകുന്നില്ല. നിങ്ങളുടെ അത് വിശ്വാസം സ്മൃതിയും ജയിക്കട്ടെ. അതുപോലെ അത് തന്നെ നിങ്ങൾക്ക് ഇവിടെ രണ്ടു കൂട്ടർക്കും എന്ത് വിശ്വസിക്കാം. അവിടെ ജൂൺ 4 വരെ നിങ്ങൾക്ക് രണ്ടു കൂട്ടർക്കും എന്ത് വിശ്വസിക്കാം. ഭൂരിപക്ഷത്തിൽ വിജയിക്കും. ആയിക്കോട്ടെ, നല്ല കാര്യം. ആ, ജൂൺ 4 വരെ കാണാം. നല്ല കാര്യം. ഞങ്ങൾ ലക്ഷങ്ങളുടെ ഭൂരിപക്ഷത്തിൽ ഷാഫി പറമ്പിൽ വടകര ജയിക്കും. ഇവരുടെ എല്ലാ കുപ്രചരണങ്ങളെ അവസാനിപ്പിച്ചുകൊണ്ട് വടകരയിലെ മതനിരപേക്ഷ ജനത ഷാഫി പറമ്പിലെ വലിയ ഭൂരിപക്ഷം വിജയിപ്പിക്കും. ശരി, ഈ രൂപത്തിലുള്ള പ്രചാരണം ഇവിടെ അവസാനിക്കുമെന്ന് പ്രതീക്ഷിക്കാം. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. ഇനി ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.